വിലയേറിയ നാമത്തിന് മഹത്വം. പ്രിയപ്പെട്ട നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. കൊട്ടാരക്കര കൺവെൻഷൻ്റെ ഭാരവാഹികളും പ്രിയപ്പെട്ടവർക്കൊക്കെ എൻ്റെ സ്നേഹവന്ദനവും നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. ഇവിടെയുള്ള സ്ഥലസഭയും ചുറ്റുപാടുള്ള സഭകളും കൂടെ ചേർന്ന് നടത്തുന്ന യോഗത്തിൽ ആദ്യത്തെ 2 ദിവസം മാറ്റമില്ലാത്ത ദൈവവചനം അറിയിപ്പാൻ ലഭിച്ച നല്ല സന്ദർഭത്തിനായി സ്തോത്രം. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഓർപ്പിച്ച പോലെ ഇന്നലെ പ്രസംഗിച്ചതിനുള്ള ബന്ധത്തിൽ തുടർമാനമായി ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുമെന്ന് പറയുകയുണ്ടായി. അല്പസമയം കുറവാണ്, എന്നാൽ നമുക്കുള്ള സമയം ഒട്ടും കളയാതെ ഞാനൊരു മുഖവരിക്ക് വേണ്ടി പോലും ഇനി സമയം എടുക്കുന്നില്ല, ദൈവവചനത്തിലേക്ക് തന്നെ കടന്നു പോകാം. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ യോവേൽ പ്രവചനം അതിൻ്റെ 3-ാം അധ്യായം വായിച്ചാണ് നമ്മുടെ ധ്യാനം അല്ലെങ്കിൽ പ്രസംഗം ആരംഭിച്ചത്. ഞാൻ ആ വാക്യം തന്നെ ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. ഞാൻ യഹൂദയുടെയും യെരുശലേമിൻ്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലങ്ങളിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫ് താഴ്വരയിൽ ചെല്ലുമാറാക്കും. എൻ്റെ ജനം നിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രയേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. നമ്മളതിൻ്റെ പ്രാരംഭ ഭാഗം ശ്രദ്ധിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ കാലപരിപാടിയിൽ ഇസ്രയേലിനെ മടക്കിക്കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമുണ്ടെന്നും ചരിത്രത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 2500 വർഷം 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാരിലൂടെ ദൈവം രേഖപ്പെടുത്തി അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകും. ഞാൻ ആ ഭാഗം ഇനി ആവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. കാരണം 1 മണിക്കൂർ എൻ്റെ മുന്നിലുള്ളൂ. ആ സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള ഭാഗങ്ങൾ പറഞ്ഞു തീർക്കണം. അത് തീർക്കാൻ സമയം പോരാ എന്ന് എനിക്കറിയാം. വളരെ വ്യക്തമായ ഒരു കാര്യം നമ്മൾ കണ്ടു. ഞാനും നിങ്ങൾ ജീവിക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്. ഒന്നുകിൽ ദൈവജനത്തിൻ്റെ വെളിച്ചത്തിൽ വളരെ ശക്തമായ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും അല്ലെങ്കിൽ ആ കാര്യത്തെ തിരസ്കരിച്ച് ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കാൻ നമുക്ക് കഴിയും. വളരെ വളരെ ശക്തമായി അസാധ്യമെന്ന് കരുതിയത് ദൈവം സാധിപ്പിച്ചുകൊണ്ട് നമ്മൾ ഓർത്തതുപോലെ ഏതാണ്ട് 22-23 ഇസ്ലാമിക് രാജ്യങ്ങളുടെ മധ്യത്തിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യം പിറന്നു വീഴുവാൻ 1948 ദൈവം ഇടയാക്കി. നമ്മൾ ഓർക്കണം, ആ രാജ്യം ഒരു ചെറിയ രാജ്യമാണ്. 470 കിലോമീറ്റർ നീളവും അതിൻ്റെ ഏറ്റവും വീതി കൂടിയ ഭാഗം 135 കിലോമീറ്ററേ ഉള്ളൂ. വളരെ ചെറുതായ ഒരു രാജ്യം. ആ രാജ്യം ഇന്ന് നിലനിൽക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്, ദൈവത്തിൻ്റെ കരമാണ്. എന്നാൽ വളരെ ശക്തമായ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ ദൈവം പറഞ്ഞ വാക്ക് നമ്മൾ കണ്ടു. എൻ്റെ പ്രിയപ്പെട്ടവർ, അത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു ഭാഗമാണ്. ഞാൻ ഇംഗ്ലീഷ് ബൈബിളിൽ നിന്നും ആ ഭാഗം വായിക്കുകയുണ്ടായി. Behold, in those days and at that time, when I bring back the captivity of Judah and Jerusalem, I will also gather all nations. ഇങ്ങനെ ഇസ്രയേലിൻ്റെയും യഹൂദയുടെയും പ്രവാസം മാറ്റുന്ന ദിവസങ്ങളിൽ സകല ജാതികളെയും ഞാൻ യഹോശാഫാത്ത് താഴ്വരയിൽ കൊണ്ടുവരുമാറാക്കും. നമ്മൾ ആ ഭാഗത്തിലേക്ക് കടന്നു പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകരാജ്യങ്ങൾ മുഴുവൻ യഹോശാഫാത്ത് താഴ്വരയിൽ കടന്നു വരിക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ചിന്തയിൽ അത് അസാധ്യമാണ്. എന്നാൽ ഇന്നത്തെ ലോക ലക്ഷണം, രാഷ്ട്രീയ ലക്ഷണം ഇത് നടക്കാൻ പോകുന്നുവെന്ന് നമ്മളെ തീർത്തും പഠിപ്പിക്കുന്നു. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. എൻ്റെ മനസ്സിൽ തോന്നിയ ഭാഗത്തിലേക്ക് ഞാൻ വന്ന് ആരംഭിച്ചു കൊള്ളാം. നമ്മൾ ഒരു പ്രത്യേക ഭാഗം സക്രിയാവിൻ്റെ പ്രവചനത്തിലേക്ക് വരാം. എന്നാൽ ബൈബിളുള്ളവരൊക്കെ ഒരു ചെറിയ പഠനം അവിടെ നടത്താൻ നമ്മൾ പോവുകയാണ്. നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു ഭാഗം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ്. എൻ്റെ മുന്നിൽ ഇംഗ്ലീഷ് ബൈബിളും ഉണ്ട്. ബൈബിൾ പഠിക്കുമ്പോൾ ഈ 2 പുസ്തകങ്ങളും ഞാൻ ചേർത്താണ് ഇംഗ്ലീഷും മലയാളവും എപ്പോഴും പഠിക്കുന്നത്. ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തു. മലയാള ബൈബിളിൽ ശ്രദ്ധിക്കപ്പെടാത്തൊരു വാക്ക് അത് ഇംഗ്ലീഷ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഒന്ന് പരിശോധിച്ചാൽ മതി. 2 പ്രാവശ്യം സക്കറിയ പ്രവചനത്തിൽ ദ ബേർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
യഹോവയുടെ വചനത്തിൻ്റെ ഭാരമെന്ന് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷിൽ സഖറിയാവ് 9 സഖറിയാവ് 12 എടുത്താൽ ആരംഭിക്കുന്നത് ദ ബേർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ് എന്നാണ്. എന്നാൽ എന്തുകൊണ്ടോ ഭാഷാന്തരത്തിൽ മലയാള ബൈബിളിൽ അത് വിട്ടുപോയി. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം 9-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞിട്ട് 9, 10, 11 3 അധ്യായങ്ങൾ പറയുന്നു. രണ്ടാമത് ദൈവം പറയുന്നു ദ ബേർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ്, യഹോവയുടെ വചനത്തിൻ്റെ ഭാരം. അങ്ങനെ പറഞ്ഞിട്ട് 12, 13, 14 3 അധ്യായങ്ങൾ പറയുന്നു. 2 ഭാരങ്ങൾ ദൈവം മാനവരാശി മനസ്സിലാക്കാൻ ദൈവം തൻ്റെ ഹൃദയം തുറന്ന് മനുഷ്യരോട് സംസാരിക്കുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഈ ഭാരം? അവിടോട്ട് നമുക്ക് പെട്ടെന്നൊന്ന് കടന്നു പോകാം. ഒന്നാമത്തെ ഭാരം യേശുക്രിസ്തുവിൻ്റെ 1-ാം വരവാണ്. രണ്ടാമത്തെ ഭാരം യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവാണ്. എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, രാജാവായി അവൻ യെരൂശലേമിൽ പ്രവേശിക്കുന്നത് പറയുകയാണ്. അത് വളരെ പ്രസക്തമർഹിക്കുന്ന ഒരു പ്രവചനമാണ്. അതായത് കർത്താവ് ഈ ഭൂമിയിൽ വെച്ച് ഒരു രാജാവായി തന്നെത്താൻ കാണിച്ചു കൊടുത്തിട്ടില്ല. അവൻ്റെ ഈ ഐഹിക ജീവിതത്തിൽ ഒരു ദിവസം മാത്രമേ ഇസ്രായേലിൻ്റെ രാജാവായി തന്നെത്താൻ ഏൽപ്പിച്ച് അവൻ കാണിച്ചുള്ളൂ. അത് ഈ പ്രവാചകൻ പറഞ്ഞതിലൂടെ ആ വാക്യങ്ങൾ അവൻ നിവർത്തിക്കുകയാണ്. ഞാനതിൻ്റെ പുതിയ നിയമഭാഗം എടുക്കാൻ തുനിയുന്നില്ല, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായമൊക്കെ. എന്നാൽ ഈ ഭാഗത്തിൽ നമുക്ക് നോക്കാം. ഇവിടെ വായിക്കുന്നുണ്ട് 9:9, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, യെരൂശലേം പുത്രിയെ അർപ്പിടുക, നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതക്കുട്ടിയുടെ പുറത്തും ചെറുകഴുത പുറത്തും കയറി വരുന്നു. നമുക്കറിയാം അത് നിവർത്തിച്ചത് AD 32 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ്. ആ ജനം ഹോശന്ന പാടിയപ്പോൾ ഒരു കഴുതയുടെ പുറത്ത് കയറി രാജാവായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ കഴിഞ്ഞ രാത്രി നമ്മൾ കണ്ടു, ആ രാജാവിനെ അവർ തിരസ്കരിച്ചു. ആ ദൈവത്തിൻ്റെ ഭാരമാണ് 9-ാം അധ്യായത്തിൽ ദൈവം ദ ബേർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞിട്ട് 3 അധ്യായങ്ങളിൽ അതെടുത്ത് പറയുന്നതായി കാണുന്നു. അത് എങ്ങനെയാണ് അവസാനിക്കുന്നത്? 11-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ വരുമ്പോൾ അവരുടെ ഇടയനെ അവർ തിരസ്കരിച്ചു, യേശുക്രിസ്തുവിനെ തിരസ്കരിച്ചു. പിന്നെ എന്ത് ചെയ്തു? തുമ്പുകെട്ട ഇടയനെ, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത തുമ്പുകെട്ട ഇടയനെ അവർ സ്വീകരിക്കുന്നതായി വായിക്കുന്നു. നമ്മൾ അവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ആരാണത്? അന്തിക്രിസ്തുവാണ്. യഥാർത്ഥമായി അവരുടെ ഇടയിൽ ഇറങ്ങി വന്ന മശിഹയെ അവർ തിരസ്കരിച്ചിട്ട് തുമ്പുകെട്ട ഇടയനായ അന്തിക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആദ്യത്തെ ഭാരം ദൈവം അവിടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ വിഷയം രണ്ടാമത്തേതാണ്. രണ്ടാമത് ദ ബേർഡൻ ഓഫ് ദ വേർഡ് ദ ലോർഡ് എന്ന് പറയുന്നത് 12-ാം അധ്യായത്തിലാണ്. 12-ാം അധ്യായത്തിൽ അത് പറഞ്ഞിട്ട് 12, 13, 14 അധ്യായത്തിൽ 3 അധ്യായത്തിലൂടെ രണ്ടാമത്തെ ഭാരം പറയുകയാണ്. ഇവിടെ ഒരു ചെറിയ പഠനത്തിന് വേണ്ടി ഞാൻ വിധേയപ്പെടുകയാണ്, നാം വന്ന കാലയളവിനെ ഗ്രഹിക്കാൻ വേണ്ടി. നോക്കുക, ഇവിടെ യേശുക്രിസ്തുവിന്റെ 2-ാം വരവാണ് പറയുന്നത്. 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിന് കിഴക്കുള്ള ഒലിമലയിൽ നിൽക്കും. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ പറയുന്നത്. ഒന്നാമത് പറഞ്ഞു, അവൻ കഴുതക്കുട്ടിയുടെ പുറത്തു കയറി യെരൂശലേമിൽ വരും. AD 32 ഏപ്രിൽ 6-ാം തീയതി ചരിത്രത്തിൽ അത് നടന്നത് നമുക്കറിയാം. രണ്ടാമത് ദൈവപുത്രന്റെ 2-ാം വരവാണ്. അവന്റെ കാൽ യെരൂശലേമിന് കിഴക്കുള്ള ഒലിമലയിൽ നിൽക്കുമെന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഭാരം ദൈവം അവതരിപ്പിക്കുകയാണ്. എന്നാൽ ഈ 12, 13, 14 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ രസകരമായ ഒരു കാര്യം അവിടെ കാണും. എന്താണെന്ന് ചോദിച്ചാൽ അവിടെ അന്നാളിൽ 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 എന്ന പ്രയോഗം 16 പ്രാവശ്യമുണ്ട്. രണ്ടാമത്തെ ഭാരം പറയുമ്പോൾ ഓൺ ദ ഡേ, ഓൺ ദ ഡേ, ഓൺ ദ ഡേ, അന്നാളിൽ എന്നുള്ള പദപ്രയോഗം 16 പ്രാവശ്യം പറയുന്നുണ്ട്. ഞാൻ ചിലതൊന്ന് കാണിക്കാം, അങ്ങനെയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. നോക്കുക, 12:3 അന്നാളിൽ, അതിൻ്റെ 4-ാം വാക്യം അന്നാളിൽ, 6-ാം വാക്യം അന്നാളിൽ, 8-ാം വാക്യം അന്നാളിൽ, 9-ാം വാക്യം അന്നാളിൽ, 11-ാം വാക്യം അന്നാളിൽ, 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം അന്നാളിൽ, 4-ാം വാക്യം അന്നാളിൽ,
14-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. അന്നാളിൽ, ഞാൻ എല്ലാം എടുക്കുന്നില്ല, 16 പ്രാവശ്യം ഈ രണ്ടാമത് ദൈവം അവന്റെ ഹൃദയത്തിന്റെ ഭാരമെന്ന് പറഞ്ഞ ഭാഗത്തിൽ 16 പ്രാവശ്യം ഒരു ദിവസത്തെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഓൺ ദ ഡേ, ഓൺ ദ ഡേ, ഓൺ ദ ഡേ. ഒരു മാലയിൽ 16 മുത്തുകൾ ഒന്നിച്ച് കോർത്തു കഴിഞ്ഞാൽ അതൊരു മാലയാണ്. അതുപോലെ ഈ 3 അധ്യായങ്ങളെ കോർത്തിണക്കിയ മുത്താണ് അന്നാളിലെന്ന പദപ്രയോഗം. ഈ 3 അധ്യായത്തിന്റെ സംഭവം ഒരു സംഭവമായി ദൈവം എടുത്തു പറയുകയാണ്. എന്താണ് അന്നാളിൽ നടക്കുന്നത്? നമ്മൾ കണ്ടു 14-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിന് കിഴക്കുള്ള ഒലിമലയിൽ നിൽക്കും. ഒലിമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയ താഴ്വര ഉളവായി വരും. ഞാൻ അവിടെ വിശദീകരിക്കാൻ പോകുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യം മാത്രം പറഞ്ഞിട്ട് വിടുകയാണ്. അവിടെ ഒരു കാര്യം നോക്കിയാട്ടെ. ദൈവം ഈ 3 അധ്യായത്തിൽ അന്നാളിൽ എന്ന് പറഞ്ഞത് ഒരു സംഭവമാണ്. ദൈവപുത്രന്റെ മഹത്വ പ്രത്യക്ഷതയാണ്. അവൻ രണ്ടാമത് യഹൂദന് വേണ്ടി വരുന്നതാണ്. എന്നാൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാൻ ഞാൻ അത്രയും ഭാഗം എടുത്തു എന്നുള്ളത് സത്യമാണ്. എന്താണ് ഈ അന്നാളിൽ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം? ഇതൊരു സംഭവമാണെന്നാ പറഞ്ഞത്, അല്ലെങ്കിൽ ആ ഒരു പ്രയോഗം കൊണ്ട് ഈ 3 അധ്യായത്തെ ഒന്നാക്കിയിട്ടുണ്ട്. എന്നാണത് തുടങ്ങുന്നത്? ദൈവപുത്രന്റെ രണ്ടാം വരവ്, അവന്റെ കാൽ യെരുശലേമിന് കിഴക്കുള്ള ഒലിമലയിൽ നിൽക്കുന്നത്. എന്നാണ് ആ പ്രോഗ്രാം ദൈവത്തിന്റെ കൺമുമ്പിൽ തുടങ്ങുന്നത്? അവിടെയാണ് നമ്മുടെ ചിന്താ വിഷയം. 12-ാം അധ്യായം എടുത്താട്ടെ. 12-ാം അധ്യായം അവിടെ നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ 12-ന്റെ 3-ാം വാക്യം. അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. വണ്ടർഫുൾ. എൻ്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന ചിന്തിപ്പാൻ കഴിവുള്ളവർ ഓർക്കുക, യെരുശലേം ചരിത്രത്തിൽ എന്ന് പ്രശ്നമാകുന്നോ അത് തീരണമെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ മടങ്ങി വന്നേ കഴിയുള്ളൂ. യെരുശലേമിനെ പ്രശ്നമാക്കി ദൈവം തീർത്താൽ അന്തർദേശമായി ഈ പ്രശ്നം എന്തിലേക്ക് നയിക്കുന്നു? ദൈവപുത്രന്റെ രണ്ടാം വരവിലേക്ക് നയിക്കുകയാണ്. ഞാൻ ഒന്ന് പറയട്ടെ, യെരുശലേം അനേകർ പിടിച്ചെടുത്തിട്ടുണ്ട്. 25 പ്രാവശ്യമെങ്കിലും അതിൻ്റെ അധികാരം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. 25 ആളുകൾ അധികാരം മാറി ഭരിച്ചിട്ടുണ്ട്. 19 പ്രാവശ്യം യെരുശലേം ഇടിച്ച് നിരത്തിയിട്ടുണ്ട്. അനേകർ ഭരിച്ചിട്ടുണ്ട്. ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ആ ഭാഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല സമയം നോക്കുമ്പോൾ. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ആരെല്ലാം ഭരിച്ചു? ആരെല്ലാം ഭരിച്ചു? ബാബിലോണിയൻസ് ഭരിച്ചു, മേദ്യപേർഷ്യർ ഭരിച്ചു, ഗ്രീക്കുകാർ ഭരിച്ചു, റോമാക്കാർ ഭരിച്ചു, അറബികൾ ഭരിച്ചു, ബൈസണ്ടൈൻ ക്രിസ്തീയ ഭരണം നടത്തി. അവസാനം ഇത് തുർക്കികളുടെ ഭരണത്തിന് കീഴിൽ 400 വർഷം നിന്നു. 1-ാം ലോകയുദ്ധകാലത്ത് അത് ബ്രിട്ടന്റെ കീഴിൽ വന്നു. ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് യെരുശലേം ജോർദാന്റെ കയ്യിൽ വന്നു. അന്നൊന്നും ഇസ്രയേൽ യെരുശലേം പ്രശ്നമല്ല. ഇത്രയും 25 രാജ്യങ്ങൾ ഭരിച്ചിട്ടും അവരുടെ കീഴിൽ യെരുശലേം വെച്ചിട്ട് ഒരു പ്രശ്നവുമല്ല. ഇസ്രയേൽ 48-ൽ ഒരു രാജ്യമായി. 1967-ൽ 6 ദിവസം നിന്ന ഒരു യുദ്ധമുണ്ട്. അതിന് പറയുന്നത് 6 Day War എന്നാണ്. വേദപുസ്തക പ്രവചനങ്ങളുടെ വാസ്തവത്തിൽ ഗൗരവം മനസ്സിലാക്കി തരുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ കർത്താവിന്റെ വരവിനോട് അടുത്തിരിക്കുന്ന ഒരു സംഭവമാണ് ആ സംഭവം. 1967-ലെ യുദ്ധം. ഇസ്രയേൽ യുദ്ധത്തിന് തുനിഞ്ഞതല്ല. അവരാ യുദ്ധത്തിൽ നിന്ന് ഒഴിയുവാനാകെ ശ്രമിച്ചു. എന്നാൽ അവരെ വളഞ്ഞിട്ടിട്ട് അവരെ ഇല്ലായ്മ ചെയ്യുവാൻ 83-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ, വരുവീൻ ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം അവരെ തുടച്ചു കളയുക എന്നുള്ള ആഹ്വാനത്തോടെ അറബ് നേഷൻസിന്റെ തലവന്മാരായ ഈജിപ്തിലെ അബ്ദുൽ നാസറിന്റെ നേതൃത്വത്തിൽ യുദ്ധം ആരംഭിച്ചു. 6-ാം ദിവസം യുദ്ധത്തിന്റെ ഗതി മാറി. ഇസ്രയേലിന്റെ കൈകളിൽ യെരുശലേം അമർന്നു. 1980 ജൂലൈയിൽ ലോകത്തോട് ഇസ്രയേൽ പ്രഖ്യാപിച്ചു, ഇസ്രയേലിന്റെ ഇറ്റ് ഈസ് എൻ എറ്റേണൽ അൺഡിവൈഡഡ് ക്യാപിറ്റൽ ഓഫ് ഇസ്രയേൽ. ഇസ്രയേലിന്റെ നിത്യമായ അവിഭാജ്യ തലസ്ഥാനമാണ് യെരുശലേം. ഞങ്ങൾ ഇനി ഒരിക്കലും അത് വിട്ടുകൊടുക്കില്ല. 1980 സെപ്റ്റംബറിൽ മൊറോക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്ലാമിക് രാജ്യങ്ങൾ ഒന്നിച്ചുകൂടി.
അവര് വിശുദ്ധ യുദ്ധം പ്രഖ്യാപിക്കണമെന്ന് സൗദിയിലെ പ്രിൻസാണ് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, 1980 സെപ്റ്റംബറിൽ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ വിശുദ്ധ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തു. യെരുശലേം പ്രശ്നമാകുന്നത് 67 ഇസ്രായേൽ പിടിച്ചെടുത്ത് 1980 അവർ ഈ പ്രഖ്യാപനം നടത്തിയപ്പോഴാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ദിവസം, ഇന്നലത്തെ പത്രം, ഇന്നലത്തെ മലയാള മനോരമ, അതിനകത്ത് നിങ്ങൾ കണ്ട വാർത്ത എന്താണ്? കിഴക്കൻ യെരുശലേം, 67 ഇസ്രായേൽ പിടിച്ചെടുത്ത കിഴക്കൻ യെരുശലേം തലസ്ഥാനമായി പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുവാൻ ചൈന അതിന് ശബ്ദമുയർത്തി. റഷ്യൻ പ്രസിഡന്റ് പുടിൻ അദ്ദേഹം പറഞ്ഞു, ഇതേ വാക്ക് പറഞ്ഞു, യെരുശലേം തലസ്ഥാനമായി പലസ്തീൻ രാജ്യം രൂപീകരിച്ച് 2 രാജ്യങ്ങൾ കൊണ്ടുവരാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകത്തില്ല. ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്നത് പറയുന്നു. ഗാസയിലെ യുദ്ധം ഓരോ ദിവസം കഴിയുമ്പോൾ 100 ദിവസം കഴിഞ്ഞു. ആ പ്രദേശത്ത് 24,000 പേർ കൊല്ലപ്പെട്ടു. അവിടെയുള്ള കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായി, കുഞ്ഞുങ്ങൾ അനാഥരായി, ഭക്ഷണമില്ലാതെ. ഏത് മനുഷ്യനും അവിടുത്തെ വാർത്ത വായിച്ചാൽ ഹൃദയം നോകുന്ന വിധത്തിൽ ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകവ്യാപകമായി അതോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രോ പലസ്തീൻ, പലസ്തീൻ അനുകൂലമായ ജാഥകളും ശബ്ദങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുന്നു. എന്തിനു പറയുന്നു? കൊച്ചു കേരളത്തിൽ എവിടെയെല്ലാം ജാഥ നടന്നു. അമേരിക്കൻ രാഷ്ട്രം, അമേരിക്കൻ രാജ്യം ഇസ്രായേലിന് അനുകൂലമായി നിൽക്കുന്നെങ്കിലും അവരുടെ യൂണിവേഴ്സിറ്റികളിൽ, അവരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പലസ്തീനെ അനുകൂലിച്ചുകൊണ്ടുള്ള ജാഥകളും പ്രസംഗങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ലോകവ്യാപകമായി നടക്കുന്നു. ലോകവ്യാപകമായി. നമ്മുടെ വിഷയം നമ്മൾ ഓർക്കണം. ഞാൻ യഹൂദരെയും യെരുശലേമിന്റെ സ്ഥിതി മാറ്റുന്ന, ഇംഗ്ലീഷിൽ കണ്ടു, ആ ക്യാപ്റ്റിവിറ്റി മാറ്റുമ്പോൾ എല്ലാ രാജ്യങ്ങളും ഇവിടെ കടന്നു വരും. ഇത് വരണമെങ്കിൽ യുണൈറ്റഡ് നേഷൻസ്, UN-ന്റെ അനുകൂലമായ ഒരു 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 പ്രസ്താവനയില്ലാതെ നടക്കില്ല. ഞാൻ ഇനി പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ഇസ്രയേലിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ഇസ്രയേലിൽ ഉള്ളിടത്തോളം ഏതാണ്ട് യഹൂദന്മാർ അമേരിക്കയിൽ ജീവിക്കുന്നുണ്ട്. അമേരിക്കയുടെ പോളിസികളൊക്കെ നിയന്ത്രിക്കുന്നതിൽ ഇസ്രയേൽ അല്ലെങ്കിൽ യഹൂദന് വലിയൊരു പങ്കുണ്ട്. അമേരിക്കയിലെ ബാങ്കുകൾ മിക്കതും യഹൂദന്മാരുടേതാണ്. അവിടുത്തെ പണക്കാർ യഹൂദന്മാരാണ്. അമേരിക്ക ഇസ്രയേലിനെ എന്തിന് സപ്പോർട്ട് ചെയ്യുന്നു? ഈ ബൈബിള് വിശ്വസിക്കുന്നവരാണ് അമേരിക്കക്കാർ. നമ്മൾ അമേരിക്ക കുറ്റം പറയും, വളരെ മോശമായ ഒരു രാജ്യമാണ്. ആകാം. പക്ഷെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബോൺ അഗെയിൻ, വീണ്ടും ജനിച്ച ദൈവമക്കളുള്ള രാജ്യം അമേരിക്കയാണ്. ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ളത്, ഏറ്റവും കൂടുതൽ ബോൺ അഗെയിൻ ആയിട്ടുള്ള ആളുകളുള്ള രാജ്യം അവരാണ്, അമേരിക്കയാണ്. അമേരിക്കയുടെ ഒരു പ്രദേശം അറിയപ്പെടുന്നത് ബൈബിൾ ബെൽറ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്കൻ വോട്ട് കൊടുക്കുന്ന ബൈബിൾ ബെൽറ്റ് അവർ വേദപുസ്തകം വിശ്വസിക്കുന്നത് കൊണ്ട് യഹൂദന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു. പക്ഷെ അമേരിക്കയും അവരെ കൈവിടും. കാരണം പ്രവചനത്തിൽ നമ്മൾ കണ്ടില്ലേ, സകല രാജ്യങ്ങളും വരണം. എങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പറയാം. എന്നാൽ ഇവിടെ പ്രസക്തമായ പ്രധാനമായ വിഷയം നോക്കുക. ഇന്ന് ലോകത്തിൽ ഈ നടക്കുന്ന ഗാസ ഇസ്രയേൽ യുദ്ധം, നിങ്ങൾ ചോദിച്ചേക്കും, എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, ആരാണ് ഈ ഗാസയിൽ ജീവിക്കുന്നത്? എന്നെ പ്രിയപ്പെട്ടവരോട് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഓർപ്പിക്കാം. ഒരുപക്ഷെ ഞാനത് പരസ്യമായി പ്രസ്താവിക്കുമ്പോൾ എന്നെ എതിർക്കുന്നവരുടെ ഉണ്ടായേക്കാം. ആയിക്കോട്ടെ, എനിക്ക് വിരോധമില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പറയും. എനിക്ക് തെളിവുകളോടുകൂടെയാണ് ഞാൻ പറയുന്നത്. ആരാണ് ഈ ഗാസയിലുള്ള ആളുകൾ? ആരാണ് ഈ വെസ്റ്റ് ബാങ്കിലുള്ള ആളുകൾ? ഞാൻ ചില തെളിവുകൾ തരാം. അവര് പലസ്തീനികളാണ്. വേദപുസ്തകത്തിൽ കാണുന്ന ഏഡോമ്യർ എന്ന് പറയുന്നത് പലസ്തീനികളാണ്. ബ്രദർ, എന്നാ ഇത്ര ശക്തമായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചേക്കാം. പറയാം. ഞാൻ പറയുന്ന ചില വാക്യങ്ങൾ നിങ്ങളൊന്ന് നോക്കിയേ. ഇന്ന് കാണുന്ന ഗാസ ഇസ്രയേൽ യുദ്ധത്തിന്റെ കാരണം അതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 2 ഇരട്ട സഹോദരന്മാർ, ഒന്ന് യാക്കോബിന്റെ മക്കള്, ഒന്ന് ഏശാവിന്റെ മക്കള്, ഒരു അപ്പനിൽ നിന്ന് ജനിച്ച 2 മക്കളുടെ സന്തതികളാണ് ഈ യുദ്ധം നടക്കുന്നത്. ഇന്ന് തുടങ്ങിയതല്ല.
നമ്മൾ ബൈബിളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാൽ എന്നാ ഇത് ആരംഭിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നാ ഇത് ആരംഭിച്ചത്? കൂടാരത്തിൽ ആരംഭിച്ചതാണ്. ഈ വൈരാഗ്യം എത്ര വർഷം പഴക്കമുണ്ട്? ഏതാണ്ട് 4000 വർഷം പഴക്കമുണ്ട്. ഇന്ന് കാണുന്ന യുദ്ധവും പലസ്തീൻ ഇസ്രയേൽ യുദ്ധമാണ്. ഗാസയിൽ താമസിക്കുന്ന ഈ ആളുകൾ, ഞാൻ വിശ്വസിക്കുന്നു, ഞാനിത് പ്രസംഗിക്കാൻ ആരംഭിച്ച് കഴിഞ്ഞ ശേഷമാണ് ഒരു യഹൂദ അറബി ഇത് പറയുന്നത്. ഒബദ്യാവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം തീർത്തു പറയുന്നു, ഈ പലസ്തീനിയൻസ്, ഈ ഏദോമ്യർ എന്ന് പറയുന്നത് പലസ്തീനികളാണ്. ഞാൻ ഈ യഹൂദൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഞാനിതിന് ചില തെളിവുകൾ കണ്ടുപിടിച്ചു. നമ്മുടെ കർത്താവിൻ്റെ 2ാം വരവിൽ യേശുക്രിസ്തു എവിടുന്നാ വരുന്നത്? നമുക്കറിയാം, ഒലിമലയിൽ അവൻ വരുന്നത്. പക്ഷേ ഒലിമലയിൽ വരുന്നതിന് മുമ്പ് ഒരു കൂട്ടത്തെ സംഹരിച്ചിട്ടാണ് അവന് അവിടേക്ക് യഹൂദയിലേക്ക് കയറി വരുന്നത്. 63-ാം യെശയ്യാ പ്രവചനം 63-ാം അധ്യായം എന്നെടുത്ത്, യെശയ്യാ പ്രവചനം 63-ാം അധ്യായം, പ്രവാചകൻ അത് കാണുന്നുണ്ട്. എവിടെ നിന്ന് യേശുക്രിസ്തു വരുന്നു? എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ്റെ 2ാം വരവിൽ അവൻ വരുന്ന പ്രദേശം എടുത്തു പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 63, ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്ന ഇവനാർ? ആരാണിതെന്ന് ചോദിക്കുന്നു. ആരാണത്? മറ്റാരുമല്ല, ഞാൻ തന്നെ. ഞാനെന്ന് പറയുന്ന ദൈവത്തിന്റെ പുത്രനാണതെന്ന് അടുത്ത വാക്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. താഴോട്ട് നോക്കിയേ, 3-ാം വാക്യം, ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എൻ്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അവരുടെ രക്തം എൻ്റെ വസ്ത്രത്തിൽ തെറിച്ചു, എൻ്റെ ഉടുപ്പൊക്കെ മലിനമായിരുന്നു. ഞാൻ ഒരു പ്രതികാര ദിവസം കരുതിയിരുന്നു, എൻ്റെ വിമുക്തന്മാരുടെ സംവത്സരം. ആരാണിത്? ഈ ഏദോമിൽ നിന്ന് വരുന്നത് ആരാണ്? യേശുക്രിസ്തു ഏകനായി ഇസ്രായേലിന്റെ ശത്രുക്കളെ നിഗ്രഹിക്കുന്നു. കാരണം എന്താണ്? ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ജാതികളിൽ ആരും എന്നോടുകൂടെ ഇല്ല. ഒരു രാജ്യവും ഇസ്രായേലിന് അനുകൂലമായിട്ട് ഈ സന്ദർഭത്തിൽ ഇല്ല. എപ്പോഴാണ് ഈ സന്ദർഭം? ഞാനൊരു ദിവസം കരുതി, യഹോവയുടെ പ്രതികാര ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ്. അന്നാണ്. അങ്ങനെ അന്ന് ഇസ്രായേലിന് അനുകൂലമായി അമേരിക്ക ഇല്ലയോ? ഇല്ല. വേറൊരു ഭാഗം കാണിക്കാം. എൻ്റെ വിഷയത്തിൽ നിന്ന് ഞാൻ മാറാതെ പിടിച്ചു നിൽക്കാൻ നോക്കാം. ഇവിടെ ഈ ഭാഗത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. ഞാൻ തെളിയിക്കുകയാണ്, ഏദോമ്യരെന്ന് പറയുന്നത് പലസ്തീനികളാണെന്ന് തെളിയിക്കുകയാണ്. ബൈബിളിൽ എത്രയോ പ്രവചനം, എന്തെല്ലാം പ്രവചനം ഈ ഏദോമ്യരെ കുറിച്ച് പറയുമ്പോൾ ഇത് നിവർത്തിക്കപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ കാണിക്കാം. ഇപ്പം നമ്മൾ ഒരെണ്ണം വായിച്ചു. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ഏദോമ്യര് നോക്കുക, ഒരു ഭാഗം കൂടെ ഒന്ന് എടുത്താട്ടെ. എസെക്കിയേൽ പ്രവചനം 35-ാമത്തെ അധ്യായം. എന്റെ സഹോദരന്മാരെ, ഈ 35-ാം അധ്യായം ആരോടാ പറയുന്നത്? യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായെന്നാൽ നീ സെയീർ പർവ്വതത്തിന്റെ നേരെ മുഖം തിരിച്ചതിനെ കുറിച്ച് പ്രവചിക്കണം. ആരാണ് സെയീർ പർവ്വതത്തിൽ കുടികൊള്ളുന്നത്? ആവർത്തനം 2 അതിന്റെ ആദ്യത്തെ 5 വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയേ. ആവർത്തനം 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യം. സെയീർ പർവ്വതം ഞാൻ ഏശാവിനും അവന്റെ സന്തതിക്കും കൊടുത്തിരിക്കുന്നു. ദൈവം പറയുകയാണ്. ഏതാണ് ആ സ്ഥലം? ഇന്നത്തെ ആധുനിക ലോകത്തിൽ ജോർദാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തെക്ക് ഭാഗമാണ്. നമ്മൾ കേൾക്കുന്ന പെട്ര എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. ആ ഭാഗം ദൈവം പറഞ്ഞു, ഞാനത് ഏശാവിന് കൊടുത്തതാണ്. ഈ ഏശാവിന്റെ വംശത്തോടാണ് ഇത് പറയുന്നത്. ഇവിടെ ഏശാവിനോടാണ് പറയുന്നത്. അവിടെ ഒരു വാക്യം ഞാൻ എടുത്തോട്ടെ. എന്താണ് അവരുടെ പ്രശ്നം? 5-ാം വാക്യം നോക്കിയേ. 5-ാം വാക്യം, നീ നിത്യവൈരം ഭാവിച്ചു. ലോകം ചിന്തിക്കുന്നത് യഹൂദൻ വന്ന് ഫലസ്തീനികളുടെ സ്ഥലം കവർച്ച ചെയ്ത് അവർ രാജ്യം ഉണ്ടാക്കിയതാണ് ഈ പ്രശ്നമെന്ന്. സ്വർഗത്തിലെ ദൈവം പറയുന്നു, അതല്ല. നിന്റെ പ്രശ്നം പുരാതന വൈരാഗ്യമാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇറ്റ് ഈസ് ആൻ ആൻഷ്യന്റ് ഹേറ്റഡ്നെസ്. പുരാതനമായ ഒരു വൈരാഗ്യം. ആ വൈരാഗ്യം പോലെ പുരാതനമായ ഒരു വൈരാഗ്യം ലോകത്തിൽ നിലനിൽപ്പില്ല. ഏതാണ്ട് 4000 വർഷം പഴക്കമുള്ള വൈരാഗ്യം, അബ്രഹാമിന്റെ സന്തതികൾ ജീവിച്ച കൂടാരത്തിൽ ആരംഭിച്ച വൈരാഗ്യം, യേശാവും യാക്കോബും തമ്മിൽ ആരംഭിച്ച വൈരാഗ്യം.
തീർന്നില്ല. 25-ാം അധ്യായം നോക്കിയേ. എസെക്കിയേൽ പ്രവചനം തന്നെ 25-ാം അധ്യായം നിങ്ങൾ നോക്കിയേ. ഞാൻ അവിടെ നിന്ന് ചൂണ്ടിക്കാണിക്കട്ടെ, ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്നത് ഈ വൈരാഗ്യം കൊണ്ടാണ്. എസെക്കിയേൽ പ്രവചനം തന്നെ 25-ന്റെ 15-ാമത്തെ വാക്യം നോക്കി. യഹോവേ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഫെലിസ്ത്യർ പ്രതികാരം ചെയ്യുവാൻ പൂർവദോഷത്തോടെ നാശം വരുത്തുവാൻ നിന്നാകൃതയത്തോടുകൂടെ പകരം വീട്ടിയിരിക്കൊണ്ട് നോക്കി. ഓൾഡ് ഹേറ്റഡ്നെസ്, പൂർവദോഷം, ഓൾഡ് ഹേറ്റഡ്നെസ്, പുരാതനമായ വൈരാഗ്യം. എസെക്കിയേൽ 35-ൽ പറഞ്ഞു നിത്യവൈരാഗ്യം. തീർന്നില്ലേ? ആമോസിന്റെ പുസ്തകം 1-ാം അധ്യായം എടുത്താട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ പ്രസംഗം സമയം മുഴുവൻ എടുത്തു പോകും. ഞാൻ ഈ യേശാവിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ ആമോസിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം നോക്കിയേ. യഹോ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഏദോമിന്റെ 3-ഓ 4-ഓ അതിക്രമ നിമിത്തം അവൻ തന്റെ സഹോദരനെ വാളോടുകൂടെ പിന്തുടർന്നു. തന്റെ കോപം സദാകാലം കടിച്ചു കീറുവാൻ തക്കവണ്ണം സഹതാപം വിട്ടുകളഞ്ഞ ദേഷ്യം സദാകാലം വെച്ചുകൊള്ളുകയും ചെയ്തിരിക്കയാൽ. ആരോട് ദൈവം പറയുന്നത്? ഏദോമിനോട് പറയുകയാണ്, കോപം സദാകാലം, ദോഷ്യം സദാകാലം. ഞാൻ ബൈബിളുമായിട്ടിരുന്നു. ഞാനൊന്ന് പരിശോധിക്കാൻ ശ്രമിച്ചപ്പോൾ ദീർഘമായൊരു പട്ടിക എൻ്റെ മുന്നിൽ വന്നു. എല്ലാം പറയാൻ നിവൃത്തിയില്ല, വായിക്കാൻ നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞു വിടാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ സംഖ്യാപുസ്തകം 20-ാം അധ്യായം 18 തൊട്ട് 20 വരെയുള്ള വാക്യം ഞാൻ വായിക്കുന്നില്ലേ. ഇസ്രായേൽ 400 വർഷം ഈജിപ്തിൽ അടിമകളായി കിടന്ന ശേഷം അവർ മടങ്ങി വരുന്ന സമയമാണ്. 400 years, 400 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കൂടാരത്തിൽ വൈരാഗ്യം ആരംഭിച്ചിട്ട് 400 വർഷം കഴിഞ്ഞു. അവരതിലെ കടന്നു പോകുവാൻ ശ്രമിച്ചപ്പോൾ അവർ കെഞ്ചി പറഞ്ഞു, ഞങ്ങളുടെ മൃഗങ്ങളും ഇതിലെ കടന്നു പോയിക്കൊള്ളട്ടെ, ഒരു വെള്ളം കുടിച്ചാൽ അതിൻ്റെ പൈസ ഞങ്ങൾ തരാം. നാം വായിക്കുന്നു, ഏദോമ്യർ വാളോടുകൂടെ, യേശാവിന്റെ സന്തതികൾ വാളോടുകൂടെ അവരെ പിന്തുടർന്നു. ദൈവം പറഞ്ഞു, നിങ്ങൾ മാറിപ്പോയ്ക്കോ. 400 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ ആദ്യത്തെ രാജാവാണ് ശൗല്. 1 ശമൂവേൽ 14-47 വാക്യം. ശൗൽ രാജാവ് ഏദോമിനോട് യുദ്ധം ചെയ്തു എന്ന് അവിടെ വായിക്കുന്നു. തീർന്നില്ലേ? അടുത്തതായിട്ട് ദാവീദ് വന്നു. 2 ശമൂവേൽ 8-14 ദാവീദ് എന്ത് ചെയ്തു? എല്ലായിടത്തും ഏദോമിൽ കാവൽ പടയാളികളെ ആക്കി. അവിടെയും ഏദോമ്യരുടെ പ്രശ്നം ഇസ്രായേൽ അനുഭവിച്ചു. തീർന്നില്ലേ? സോളമൻ രാജാവ് 1 രാജാക്കന്മാർ 11-14 ശലോമോന്റെ കാലത്ത് അവിടെ നമ്മൾ വായിക്കുന്നു, ശലോമോന്റെ കാലത്ത് ഏദോമ്യര് ഹദർ പ്രതിയോഗിയായി സോളമനെതിരെ എഴുന്നേറ്റു. തീർന്നില്ലേ? ശലോമോന്റെ ശേഷം അമസ്യാവ് 2 രാജാക്കന്മാർ 14-10 ഏദോമ്യരെ തോൽപ്പിക്കുന്നു. അവിടെ കൊണ്ട് തീർന്നില്ലേ? നിത്യവൈരാഗ്യം, നിത്യവൈരാഗ്യം. അവരുടെ ചരിത്രം നോക്കിയാൽ ആരംഭം തൊട്ട് ഈ വൈരാഗ്യം ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. ആ വൈരാഗ്യമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ആധുനിക ലോകത്തിൽ നമ്മൾ കാണുന്ന പലസ്തീൻ ഇസ്രായേൽ പ്രോബ്ലം. യെസ്, പലസ്തീൻ ഇസ്രായേൽ പ്രോബ്ലം. ആ ഇസ്രായേൽ മക്കൾ വന്ന് അവരുടെ കുറച്ച് ഭൂമി എടുത്തു, ഈ പലസ്തീനുകളുടെ ഭൂമി എടുത്തു എന്ന് ഇവർ പറയും, ലോകരാജ്യങ്ങൾ പറയും. അതല്ല, ബൈബിള് പറയുന്നു, ഇത് പുരാതനമായ ഒരു വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു കരുണയുമില്ലാത്ത വൈരാഗ്യം. അവസാനം യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ എന്തിനാണ് അവരോട് യുദ്ധത്തിന് പോകുന്നത്? ക്രിസ്തു അവരോട് നിഗ്രഹിച്ച് അവരെ ചവിട്ടി മെതിച്ചിട്ട് ഏദോമിൽ നിന്ന്, ബൊസ്രയിൽ നിന്ന് അവൻ യെരുശലേമിലേക്ക് പോകുന്ന ചിത്രമാണ് യെശയ്യാവ് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചത്. തൻ്റെ ജനമായ യഹൂദനെ ഉപദ്രവിക്കുന്ന ഏദോമ്യരെ തകർക്കുകയാണ് യേശുക്രിസ്തു തനിച്ച്. അവിടെ വായിക്കുന്നുണ്ട്, ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ലേ. ഇവിടേക്ക് വരാം, എന്നാൽ ഒരു വാക്യം പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നു. അതായത് യെരമ്യാ പ്രവചനം 30-ാം അധ്യായം നിങ്ങളൊന്ന് എടുത്തേ. യെരമ്യാ പ്രവചനം 30-ാം അധ്യായം. അവിടെ ഈ സംഭവം പറയുന്നുണ്ട്. യാക്കോബിന്റെ കഷ്ടകാലം. ബാക്കി ഒന്നും ഞാൻ എടുക്കുന്നില്ലേ. ഇസ്രായേലിനെ മടക്കിക്കൊണ്ടുവന്നു. അതിൻ്റെ 1, 2, 3 വാക്യം നിവർത്തിക്കപ്പെട്ടു. അത് നിവർത്തിക്കപ്പെട്ടു.
അവരുടെ പിതാക്കന്മാർ കൊടുത്ത ദേശത്തിൽ അവരെ കൊണ്ടുവന്നു. അതിൻ്റെ ശേഷം 4-ാം വാക്യം തുടങ്ങി താഴോട്ട് വായിക്കുന്നത് യാക്കോബിന്റെ കഷ്ടകാലമാണ്, നാം ചിന്തിക്കുന്ന കാലഘട്ടമാണ്. 7-ാം വാക്യത്തിൽ യാക്കോബിന് കഷ്ടകാലം. എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പറയട്ടെ. ആ സമയം വരുമ്പോൾ 13-ാം വാക്യത്തിന്റെ ആരംഭം, 14-ാം വാക്യത്തിന്റെ ആരംഭം, നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല, നിന്റെ സ്നേഹിതന്മാരൊക്കെ നിന്നെ മറന്നിരിക്കുന്നു, ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല നിന്റെ വ്യവഹാരം നടത്തുവാൻ. എന്നോ പറ്റി അമേരിക്കയ്ക്ക്? ഇത് യഹോവയുടെ ദിവസത്തിൽ നടക്കുന്ന സംഭവമാണ്. യഹോവയുടെ ദിവസം നടക്കുന്നത് ഉൽപ്രാവണ ശേഷമാണ്. ഞാൻ ഓർപ്പിച്ചു, ലോകത്തിലെ ഏറ്റവും അധികം വിശ്വാസികളുള്ള ഒരു രാജ്യം അമേരിക്കയാണ്. ഈ ഉൽപ്രാവണ സമയം അമേരിക്കയിൽ നിന്ന് ഈ വിശ്വാസികളെല്ലാം പോയി കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കന്മാരായ പലരും പോകും. പിന്നെ ആരാണ് അമേരിക്കയിലുള്ളത്? സെക്കുലർ ആളുകളാണ്. പിന്നെ അമേരിക്കയിൽ ശേഷിക്കുന്നത് സെക്കുലർ ആളുകളാണ്. അവര് സപ്പോർട്ട് ചെയ്യില്ല, നിനക്ക് വേണ്ടി സംസാരിക്കാൻ ആരും കാണില്ല, നിന്റെ സ്നേഹിതർ നിന്നെ മറക്കും. അന്ന് യേശുക്രിസ്തു എഴുന്നേൽക്കും. അതാണ് യെശയ്യാവ് 63. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഇന്ന് ലോകത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ വളരെ കുറവാണ്. ഇന്ത്യൻ രാജ്യം അവരെ പരസ്യമായി സപ്പോർട്ട് ചെയ്തെങ്കിലും ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ഞാനതിൻ്റെ ബാക്കി കാര്യമൊന്നും പറയുന്നില്ല. ലോകത്തിൽ ഓരോ രാജ്യങ്ങളും യഹൂദന് വിരോധമായി. എന്നാൽ ഇതിനെക്കാട്ടിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തിൽ വളരെ പ്രസക്തമായ ഓബദ്യാവിൻ്റെ പ്രവചനം ഒന്നെടുക്കാം. ഓബദ്യാവിൻ്റെ പ്രവചനം ഒരധ്യായമേ ഉള്ളൂ. അത് വളരെ ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങളും ഈ കാലയളവിൽ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. പലരും ചിന്തിക്കുന്നു ഓബദ്യാ പ്രവചനം നിവർത്തിക്കപ്പെട്ടു, ഇനി പ്രസക്തി ഇല്ല. ആരെക്കുറിച്ചായി ഓബദ്യാ പ്രവചനം? 1-ാം വാക്യം നോക്കി. ഓബദ്യാവിന്റെ ദർശനം യഹോവയായ കർത്താവ് ഏദോമിനെ കുറിച്ച് പ്രകാരം അരുളി ചെയ്യുന്നു. ഏദോമിനെ കുറിച്ചാണ് ഈ അധ്യായം മുഴുവൻ. ഓബദ്യാവ് പ്രവചിക്കുന്ന മുഴുവൻ അതാണ്. ഇത് നിവർത്തിക്കപ്പെട്ടെന്ന് പലരും പറയുന്നു. നിവർത്തിക്കപ്പെട്ടോ? ഇല്ല. ഇത് നിവർത്തിക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് 2 കാര്യങ്ങൾ നടക്കണം. ഒന്ന്, നോക്കാട്ടെ 15-ാം വാക്യം, സകല ജാതികൾക്കും യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. ദ ഡേ ഓഫ് ദ ലോർഡ്. അത് ഉൽപ്രാവണം കഴിഞ്ഞുള്ള കാലഘട്ടമാണ്. എല്ലാ ജനങ്ങൾക്കും അത് കടന്നു വരും, യഹോവയുടെ നാൾ. അത് വന്നിട്ടില്ല. അതിൻ്റെ 21-ാം വാക്യത്തിന്റെ അവസാനം നോക്കിയേ. അവിടെ വായിക്കുന്നു, രാജ്യത്വം യഹോവയ്ക്കാകും, ലോകരാജ്യത്വം യഹോവയ്ക്കാകും. അത് സംഭവിച്ചിട്ടില്ല. ഈ ഓബദ്യാ പ്രവചനം നിവർത്തിച്ചു കഴിയുമ്പോൾ യഹോവയുടെ നാൾ അല്ലെങ്കിൽ ഉൽപ്രാവണം കഴിഞ്ഞ് നടക്കുന്ന മഹായുദ്ധം, ആ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധം, ആ യുദ്ധത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് ചൂണ്ടിക്കാണിക്കാം. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നടന്നിട്ടില്ല. ഇതിൻ്റെ പൂർണ്ണമായ നിവൃത്തി നടന്നിട്ടില്ല. നടക്കുമ്പോൾ നമ്മൾ ഓർത്തതുപോലെ ഇസ്രായേലിന് നമ്മൾ ഓർത്തതുപോലെ യഹോവയുടെ നാൾ സകല ജനങ്ങൾക്കും ഉണ്ടാകും. മാത്രമല്ല രാജ്യത്വം യഹോവയ്ക്കായി മാറും. ഇനി ഇവിടെ ഞാനൊരു രഹസ്യം പറയാൻ പോവുകയാണ്. ഞാനിത് ഇത്രയും മനസ്സിലാക്കാൻ കാരണം, ഞാൻ അനേക പ്രാവശ്യം ജോർഡാനിൽ പോയിട്ടുണ്ട്. ജോർഡാനിൽ ഈ ബിബ്ലിക്കൽ സ്ഥലങ്ങൾ ഞാൻ പോകുമ്പോൾ ബൈബിളിലുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനാണ് എൻ്റെ കണ്ണ് പരതി നടക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം ജോർഡാനിൽ പോയപ്പോൾ UN-ൽ വർക്ക് ചെയ്യുന്ന യുനെസ്കോയുടെ ചിലരെ എനിക്ക് കണ്ടുമുട്ടുവാനും കുറേയേറെ സമയം അവരോടുകൂടെ സ്പെൻഡ് ചെയ്യാനും എനിക്കിടയായി. അവര് പലസ്തീനികളെ സഹായിക്കാൻ ജോർഡനിൽ നിന്ന് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് ചില ബുക്കുകൾ കിട്ടി. ബൈബിളുമായിട്ടുള്ള ബന്ധമല്ല, അത് സെക്കുലർ ബുക്കാണ്. അവരുടെ ഈ അളവുകളും കാര്യങ്ങളും അതിൻ്റെ എണ്ണങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന ബുക്കുകളാണ്. പക്ഷെ എനിക്കതൊരു അനുഗ്രഹമായി മാറി. ഈ ഓബദ്യാ പ്രവചനത്തിൽ ഇസ്രായേൽ പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ആ സ്ഥലം ഒന്ന് കാണിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എഴുതിയെടുക്കാമെങ്കിൽ എഴുതിയെടുത്തു, അല്ലെങ്കിൽ ഈ മീഡിയയിൽ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കാത്തൊരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. ഇസ്രായേൽ പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങൾ പറയുന്നു. നോക്കട്ടെ അതിൻ്റെ 18 തൊട്ടുള്ള വാക്യം.
യാക്കോബ് ഗൃഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശപ്പെടുത്തും. അന്ന് യാക്കോബ് ഗൃഹം തീയും, യോസേഫ് ഗൃഹം ജ്വാലയും, ഏശാവ് ഗൃഹം താളടിയുമാകും. അവർ അവരെ കത്തിച്ച് ദഹിപ്പിച്ചു കളയും. ഏശാവ് ഗൃഹത്തിൽ ശേഷിപ്പുണ്ടാകയില്ല. യഹോവ എല്ലോ അരുളി ചെയ്തിരുത്. ഇനിയും നോക്കാട്ടെ 19-ാം വാക്യം. തെക്കേ ദേശക്കാർ ഏശാവിന്റെ പർവ്വതവും, തെക്കേ ദേശക്കാർ കൈവശമാക്കുമെന്ന, തെക്കേ ദേശക്കാർ ഏശാവിന്റെ പർവ്വതം കൈവശപ്പെടുത്തും. ഏതാണ് ഏശാവിന്റെ പർവ്വതം? സെയീർ പർവ്വതം ഏതാണ്? നമ്മൾ കണ്ടു, ജോർദാന്റെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന മലനിരകളാണ്. ആവർത്തനം 2-ന്റെ ആദ്യത്തെ 5 വാക്യം, ഞാനത് ഏശാവിനും അവന്റെ സന്തതിക്ക് കൊടുത്തിരിക്കുകയാണ്. ഇന്നത്തെ ജോർദാന്റെ ആ പകുതി ഭാഗത്ത് താഴോട്ട് നോക്കിയാൽ പെട്ര എന്ന് പറയുന്ന സ്ഥലം ഉൾപ്പെടുന്ന പ്രദേശമാണ്. അല്ലെങ്കിൽ നമ്മൾ ഓർത്താൽ ജോർദാന്റെ തെക്ക് ഭാഗമാണത്. നിങ്ങൾക്ക് അവിടെ വേണേൽ എഴുതാം സദേൺ ജോർഡൻ. 2, ഫെലിസ്ത്യ ദേശം കൈവശപ്പെടുത്തും. ഏതാണ് ഈ ഫെലിസ്ത്യ ദേശം? ഇന്നത്തെ ഗാസയ. ഫെലിസ്ത്യ ദേശം ഗാസയുടെ പ്രദേശമാണ്. 3, എഫ്രൈം പ്രദേശം. എഫ്രൈം പ്രദേശം ഏതാണ്? ഈ എഫ്രൈമിന്റെ പ്രദേശം യോശുവയുടെ നേതൃത്വത്തിൽ കൊടുത്ത സ്ഥലമാണത്. ആർക്കാ കൊടുത്തത്? ഇന്ന് നമ്മൾ കേൾക്കുന്ന പോലെയുള്ള വെസ്റ്റ് ബാങ്ക്. വെസ്റ്റ് ബാങ്ക് ആണ് അവിടെ പറഞ്ഞിരിക്കുന്ന എബ്രാഹിം പ്രദേശം. വെസ്റ്റ് ബാങ്ക് ഇന്നത്തെ ഏറ്റവും പ്രശസ്തമായ സ്ഥലം. നമ്മൾ കണ്ടു ഈ പ്രദേശങ്ങളെ കുറിച്ച് നമുക്ക് ഒരുപാട് ചിന്തിക്കാം ബൈബിളിൽ നിന്ന്. 4, ഗിലെയാദ്. ഗിലെയാദ്, ബെന്യാമീനോ ഗിലെയാദിനെ കൈവശപ്പെടുത്തും. ഈ ഗിലെയാദ് ഏതാണ്? നമുക്കറിയാം, ജോർദാന്റെ വടക്ക് ഭാഗമാണ്. ജോർദാന്റെ വടക്ക് ഭാഗമാണ് ഗിലെയാദ്. അവസാനമായി സരഫത്ത്. സരഫത്തിലെ വിധവയെ കുറിച്ചറിയാം. അത് ലെബനോന്റെ തെക്ക് ഭാഗമാണ്. ഇന്നത്തെ വാർത്ത നിങ്ങൾ കേട്ടോ? ഈ പറഞ്ഞ പ്രദേശത്ത് നിന്നാണ് ഇപ്പം ബോംബിംഗ്. ഇന്ന് ഗാസയിൽ ആരംഭിച്ച യുദ്ധം 100 ദിവസം കഴിഞ്ഞപ്പോൾ അത് പലയിടത്തോട്ടും പടർന്നു. ലെബനോന്റെ തെക്ക് ഭാഗത്ത് ഹെസ്ബുള്ള അവിടെ നിന്ന് വർഷിക്കാൻ തുടങ്ങി മിസൈലുകൾ. ഗാസയെ സപ്പോർട്ട് ചെയ്യുന്ന ഹൂത്തികൾ യമനിൽ നിന്ന് കപ്പലുകളെ, മിസൈലുകൾ അയക്കാൻ തുടങ്ങി. ഈ യുദ്ധം ഇങ്ങനെ പടരുന്നത് നമുക്ക് കാണാം. ഇത് അവസാനിപ്പിക്കുന്ന ഒരു ലക്ഷണവുമില്ല. എന്നാൽ ഞാൻ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കട്ടെ. ഈ പറഞ്ഞ സ്ഥലങ്ങൾ ഇനി ഞാൻ രഹസ്യം പറയാം. ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും ഞാൻ പറഞ്ഞു. UN നിന്ന് എനിക്ക് ചില ബുക്കുകൾ കിട്ടി. ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും ജീവിക്കുന്നത് പലസ്തീനികളാണ്. ലോകത്തിൽ മറ്റൊരിടത്തും പലസ്തീനികളില്ല. ചിലരെ ജോലി ചെയ്യാൻ അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ പലസ്തീനികൾ കൂട്ടമായി പാർക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന യോർദാന്റെ തെക്ക് ഭാഗം, ഗാസയുടെ പ്രദേശം, വെസ്റ്റ് ബാങ്ക്, യോർദാന്റെ വടക്കേ ഭാഗം, അതുപോലെ ലെബനോന്റെ തെക്ക് ഭാഗം. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ ജ്ഞാനം കണ്ടോ? എത്ര വർഷം മുമ്പ് പറഞ്ഞതായത്? ഈ പേരുകൾ പറഞ്ഞ സ്ഥലത്ത് മുഴുവൻ പ്രധാനമായി അവിടെ പാർക്കുന്നത് പലസ്തീനികളാണ്. ജോർദാനിലെ പോപ്പുലേഷൻ നിങ്ങൾ പഠിച്ചു നോക്കിയാൽ 90-95% പലസ്തീനികളാണ് ജോർദാന്റെ പോപ്പുലേഷൻ. അവിടെ വേറെ ആളുകളൊന്നുമില്ലേ? ഇത് ഇസ്രായേൽ കൈവശപ്പെടുത്തും. പലസ്തീനികളുടെ ഈ സ്ഥലങ്ങൾ ഇസ്രായേൽ കൈവശപ്പെടുത്തും. അവർ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്ന ദിവസം അത് കൈവശപ്പെടുത്തും. നമുക്കറിയാം, ഈ ഗാസയുടെ യുദ്ധം ഇന്നല്ല, ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. എന്നാൽ ഈ യുദ്ധം വളരെ തീവ്രമായ ചില പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നു. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. ലോകരാജ്യങ്ങൾ മൗനമായി ഇരിക്കുന്നു, വീർപ്പുമുട്ടിയിരിക്കുന്നു. പക്ഷെ അവരെല്ലാം ഒരുപോലെ ശബ്ദമുയർത്തുന്നു. കിഴക്കൻ യെരുശലേം തലസ്ഥാനമായി ഒരു പലസ്തീൻ രാജ്യം രൂപീകരിക്കണം. എന്തിനാണ് ഈ കിഴക്കൻ യെരുശലേം തലസ്ഥാനമാക്കണമെന്ന് പറയുന്നത്? അതിൻ്റെ കാരണം പുടിൻ പറഞ്ഞതുപോലെ അത് UN തീരുമാനിച്ചിട്ടുള്ളതാണ്.
UN പുടിൻ പറഞ്ഞു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ്. ഇതിൻ്റെ എല്ലാം കാരണം UN സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കിയത് നടപ്പാക്കാത്തതുകൊണ്ടാണ്. ഞാൻ അതെന്താണെന്നൊന്ന് ചൂണ്ടിക്കാണിക്കാം. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് ഭരിക്കുന്നതിന് മുമ്പ് അമേരിക്കയിൽ 2 ടേം ഭരിച്ചത് ബാരക് ഒബാമയാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരറിയാമോ? ബരാക് ഹുസൈൻ ഒബാമ. ബാക്കി ഞാൻ ഒന്നും വിശദീകരിക്കുന്നില്ല. ബരാക് ഹുസൈൻ ഒബാമ. അദ്ദേഹം 2ാമത്തെ ടേം അവസാനിക്കുന്നത് 2016 ഡിസംബറിലാണ്. 2016 ഡിസംബറിൽ 2017 ജാനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരും, ഭരണമേറ്റെടുക്കും. എന്നാൽ 2016 UN സെക്യൂരിറ്റി കൗൺസിൽ കൂടി. 15 രാജ്യങ്ങളാണ് സെക്യൂരിറ്റി കൗൺസിലിൽ. ഇസ്രയേലിനെതിരെ ഒരു പ്രബന്ധം കൊണ്ടുവന്നു. അന്നുവരെ ഒരു പ്രബന്ധവും UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇസ്രയേലിന് വിരോധമായി പാസ്സാക്കിയിട്ടില്ല. എന്താ കാരണം? അത് അവതരിപ്പിച്ച് കഴിയുമ്പോൾ അത് വീറ്റോ ചെയ്യും, അമേരിക്ക വീറ്റോ ചെയ്യും. അതുകൊണ്ട് അറബികൾ അമേരിക്കയെ വിളിച്ചു വലിയ സാത്താൻ, ഇസ്രയേലിന് പേര് കൊടുത്തു കൊച്ചു സാത്താൻ. ഒരു കാരണവശാലും ഒരു പ്രബന്ധം പോലും അമേരിക്കക്കെതിരെ പാസ്സാക്കിയിട്ടില്ല. എന്നാൽ 2016 ഡിസംബറിൽ ബാരക് ഒബാമ ഏതാനും ദിവസം കൂടെയുള്ളൂ ഭരണത്തിൽ. അദ്ദേഹം മാറുന്നതിന് മുമ്പ് 15 രാജ്യങ്ങളുടെ മധ്യത്തിൽ സെക്യൂരിറ്റി കൗൺസിലിൽ ഇസ്രയേലിന് വിരോധമായി ഒരു പ്രബന്ധം അവതരിപ്പിച്ചപ്പോൾ അമേരിക്ക മൗനമായിരുന്നു. 14 രാജ്യങ്ങൾ അതിനെ വോട്ട് ചെയ്ത് പാസ്സാക്കി. എന്തുവാ പാസ്സാക്കിയെന്നറിയാമോ? ഇസ്രയേൽ 2016 പിടിച്ചെടുത്ത സ്ഥലങ്ങൾ വിട്ടുകൊടുത്ത് അതിൻ്റെ ശേഷമുള്ള അതിനു മുമ്പുണ്ടായിരുന്ന സ്ഥലങ്ങളിലേക്ക് അവർ മാറണം. ഒരു സെക്യൂരിറ്റി കൗൺസിൽ ഒരു പ്രബന്ധം പാസ്സാക്കിയാൽ എന്താ അത് നടപ്പാക്കാത്തത്? നടപ്പാക്കിയില്ലെങ്കിൽ എന്താണ് നടപടി? ലോകരാജ്യങ്ങൾ അതിനെതിരെ വരും. നമുക്കറിയാം, കുവൈറ്റിൽ സദ്ദാം ഹുസൈൻ പ്രവേശിച്ചു. UN സെക്യൂരിറ്റി കൗൺസിൽ ആവശ്യപ്പെട്ടു മാറുന്നില്ല. എന്ത് സംഭവിച്ചു? ലോകരാജ്യങ്ങൾ അങ്ങോട്ട് പോയി സദ്ദാം ഹുസൈനെ അവിടെ നിന്ന് ഓടിക്കുകയാണ്, കുവൈറ്റിനെ മോചിപ്പിച്ചു. അതേ കാര്യം ഇവിടെ ചെയ്യണം. പക്ഷേ ദൈവത്തിൻ്റെ കരുണ, സമയമായില്ല എന്ന് ദൈവത്തിനറിയാം. അടുത്തത് ഏതാനും ദിവസത്തിനുള്ളിൽ ഡൊണാൾഡ് ട്രംപിനെ അധികാരത്തിൽ കൊണ്ടുവന്നു. അദ്ദേഹം ഇസ്രയേലിന് അനുകൂലമായി നിൽക്കുന്ന ഒരു ഭരണകർത്താവാണ്. അതുകൊണ്ട് UN സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കിയത് നടപ്പാക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മൾ വായിച്ച ആ ഭാഗമുണ്ടല്ലോ യോവേലിൽ, സകല രാജ്യങ്ങളും വരും. എടുക്കാം, സഖറിയാ പ്രവചനം നമുക്ക് എടുക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, സഖറിയാ പ്രവചനത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ വളരെ വ്യക്തമായി ദൈവം രേഖപ്പെടുത്തി. എന്താ രേഖപ്പെടുത്തിയത്? ആ 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഞാനത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വായിക്കും, കാരണം 1-ാം വാക്യം എനിക്ക് അതുപോലെ ഇഷ്ടമാണ്. ഇസ്രയേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. എന്തിനാ ദൈവമേ നീ നിന്നെ തന്നെ പരിചയപ്പെടുത്തിയിട്ട് ഈ പ്രവചനം പറയുന്നത്? ഞാൻ ആരാണ്? ചിലപ്പോൾ നമ്മളൊക്കെ പറയും ഞാൻ ഇന്നയാളുടെ അനന്തരവനാണ്, അല്ലെങ്കിൽ ഇന്നയാൾ എൻ്റെ അമ്മാച്ചനാണ്, പരിചയപ്പെടുത്തും. അതുപോലെ ദൈവം പരിചയപ്പെടുത്തുകയാണ്. ഞാനാണ് ആകാശം വിരിച്ചത്, ഞാനാണ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടത്, ഞാനാണ് മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവിനെ നിർമ്മിച്ചത്. ഞാൻ പറയുന്നു, ഞാൻ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾക്ക് യെരുശലേം പ്രശ്നമാക്കും. ആരായി ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ? നിങ്ങളൊന്ന് നോക്കിക്കേ. 2400 വർഷം മുമ്പ് പ്രവാചകനിലൂടെ ദൈവം പറയുകയാണ്, ഞാൻ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾക്ക് യെരുശലേം പ്രശ്നമാക്കും. അത് കഴിഞ്ഞിട്ടാണ് 3-ാം വാക്യത്തിന്റെ അവസാനം, ഭൂമിയിലെ സകല രാജ്യങ്ങളും അതിന് വിരോധമായി വരും. ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ ഇസ്ലാമിക് രാജ്യങ്ങളാണ്. ഈ പ്രവചനം ദൈവം സഖറിയാവിലൂടെ വെളിപ്പെടുത്തുമ്പോൾ ഭൂമിയിൽ ഇസ്ലാം ഇല്ല. ഇസ്ലാം മുഹമ്മദ് നബി മരിക്കുന്നത് AD 622-ലാണ്. ഇസ്ലാം ലോകത്തിൽ വരുന്നത് ഏതാണ്ട് AD 630-ലാണ്. അവിടെ ഒക്കെ പിടിച്ചെടുക്കുന്നത് സൗദിയിൽ നിന്നുള്ള ഇബിൻ ബിൻ ഖാലിദ് എന്ന് പറയുന്ന ഒരു സൈന്യാധിപൻ മെക്കയിലും മെദീനയിലുമുള്ള സൈന്യങ്ങളുമായി
ഈ മധ്യപൂർവ്വദേശത്തിൽ കടന്നു വന്ന് ആ പ്രദേശം മുഴുവൻ പിടിച്ചെടുത്ത് അവിടെ മുഴുവൻ ഇസ്ലാം ആയി തീർത്തിട്ട് യെരുശലേമിനെ ഇസ്ലാമിന്റെ പുണ്യഭൂമിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ലോകത്തിലുള്ള എല്ലാ മുസൽമാനും യെരുശലേം മൂന്നാമത്തെ പുണ്യഭൂമിയായി. മെക്കയും മെദീനയും കഴിഞ്ഞാൽ മൂന്നാമത്തെ പുണ്യഭൂമി. ദൈവം പറഞ്ഞു, ഞാൻ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾക്ക് ഇത് പ്രശ്നമാക്കും, പരിഭ്രമപാത്രമാക്കുമെന്ന്. ഞാൻ തമിഴിൽ അത് ഭാഷാന്തരം ചെയ്തപ്പോൾ, ഞാൻ തമിഴ്നാട്ടിൽ പ്രസംഗിച്ചപ്പോൾ അവര് ഭാഷാന്തരം ചെയ്തപ്പോൾ എനിക്ക് രസകരമായി തോന്നി. തത്തളിപ്പിൻ പാത്രമാക്കും, വിറയ്ക്കുന്ന പാത്രം. രാജാവിന് പാനപാത്ര വാഹകന്മാരുണ്ട്. അവർ വിഷം കലക്കിയിട്ടുണ്ടെങ്കിൽ ആ പാനപാത്രം എടുത്തുകൊണ്ട് ചെല്ലുമ്പോൾ അവന്റെ കൈ കിടന്ന് ഇങ്ങനെ വിറയ്ക്കും. അതേ ആശയമാണ് ഇവിടെ. യെരുശലേമിനെ ചുറ്റും കിടക്കുന്നവർക്ക് തത്തളിപ്പിൻ പാത്രം, കപ്പ് ഓഫ് ഡ്രങ്കൺനെസ്, വിറയ്ക്കുന്ന പാത്രമാക്കി ഞാൻ മാറ്റും. ഞാൻ ചോദിച്ചോട്ടെ, ഇംഗ്ലീഷിൽ വായിക്കുന്നു, ഐ വിൽ മേക്ക് ഇറ്റ് എ കപ്പ് ഓഫ് ഡ്രങ്കൺനെസ്. അങ്ങനെ ഒരു സ്ഥലം എങ്ങനെയാ മത്തുപിടിപ്പിക്കുന്നത്? ഒരു സ്ഥലം മത്തുപിടിപ്പിക്കുമോ? യെശയ്യാവ് 29 എടുത്താൽ മത്തുപിടിപ്പിക്കുന്നത് അവിടെ പ്രവാചകൻ പറഞ്ഞു. യെശയ്യാ പ്രവചനം 29-ാമത്തെ അധ്യായം, അതിൻ്റെ നോക്കിയാട്ടെ, അതിൻ്റെ 1-ാം വാക്യം. അയ്യോ അരിയേലേ അരിയേലേ, ദാവീദ് പാളയമിറങ്ങിയ നഗരമേ. അരിയേലേ എന്നുള്ള വാക്കിന്റെ അർത്ഥം ലയൺ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സിംഹം എന്നാണ്. അത് ഒരു പട്ടണത്തെ കുറിച്ച് പറയുക. ദാവീദ് പാളയമിറങ്ങിയ സിയോൻ. ഇതിനെതിരെ യുദ്ധത്തിന് വരുന്നവർ, 7-ാം വാക്യം, അരിയേലിന്റെ നേരെ യുദ്ധം ചെയ്യുന്ന സകല ജാതികളുടെയും കൂട്ടം. അവര് താഴോട്ട് വായിക്കുന്നു. 9-ാം വാക്യം നോക്കിയേ, നമ്മുടെ വിഷയത്തിൽ നിൽക്കാം. വിസ്മയിച്ച് സ്തംഭിച്ചു പോകുവിൻ, അന്ധത പിടിച്ച് കുരുടരാകുവിൻ. അവർ മത്തരായിരിക്കുന്നു വീഞ്ഞുകൊണ്ടല്ലതാനും, അവർ ചാഞ്ചാടി നടക്കുന്നു മദ്യപാനം കൊണ്ടല്ലതാനും. യെസ്, നോക്കുക, ദൈവജനം പറയുന്നത് അവർ മത്ത് പിടിച്ചിട്ടുണ്ട്. യെരിയേലിനോട്, യെരുശലേമിനോട് യുദ്ധം ചെയ്യുന്നവർ മത്ത് പിടിച്ചിട്ടുണ്ട്, പക്ഷേ മദ്യം കൊണ്ടല്ല. അവർ ചാഞ്ചാടി നടക്കുന്നു, മദ്യപാനം കൊണ്ടല്ലതാനും. പിന്നെ എന്തോ കൊണ്ടാ? മതത്തിന്റെ മത്ത്. മൂന്നാമത്തെ പുണ്യഭൂമി. ഞാനും നിങ്ങളും ജീവിക്കുന്നത് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾക്ക് ഇത് പ്രശ്നമായിട്ടാണ്. നമ്മൾ യോവേൽ പ്രവചനം 3-ാം അധ്യായമാണ് എടുത്തത്. അവിടെ ഇതിനെക്കുറിച്ച് പറയുന്നത് മലയാള ഭാഷയിൽ കൃത്യമാണ്. ഞാൻ ഒറിജിനൽ ലാംഗ്വേജ് പരിശോധിച്ചു നോക്കി, എബ്രായ ഭാഷയിൽ ഞാൻ നോക്കി. എബ്രായ ഭാഷ അറിയാമിട്ടല്ല, ഞാൻ അവിടെ പരിശോധിച്ചു നോക്കി ഇത് സത്യമാണോ ഈ എഴുതിയിരിക്കുന്നതെന്ന്. അതിൻ്റെ 9-ാം വാക്യം നോക്കിയേ. ഇത് ജാതിയിടയിൽ വിളിച്ചു പറയുവിൻ, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. 11-ാം വാക്യം, ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ. വിശുദ്ധ യുദ്ധത്തിന്റെ അറബിക് പദം ഏതാണ്? ജിഹാദ്. ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ, വിശുദ്ധ യുദ്ധം. 1980-ൽ സൗദിയിലെ പ്രിൻസാണ് പറഞ്ഞത്, യെരുശലേം മോചിപ്പിക്കുവാൻ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിക്കണം. ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയാണ്, അതുണ്ടാക്കി കഴിയുമ്പോൾ യെരുശലേമിന് വേണ്ടിയുള്ള വാദമുണ്ടല്ലോ, അതിന് ശക്തിപ്പെടുത്താം. അറബി ദേശങ്ങൾക്കെല്ലാം യെരുശലേം മോചിപ്പിച്ചെടുക്കണം. ഇസ്രായേൽ വിട്ടുകൊടുക്കില്ലേ? അവസാനം UN സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കിയിട്ടിട്ടുണ്ട് യെരുശലേം വിട്ടുകൊടുക്കണമെന്ന് 2016-ൽ. ഇനി നമുക്ക് സക്കറിയാവ് നോക്കാം. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കിന്റെ ഗൗരവം നോക്കിയാട്ടെ. 1967-ൽ ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത് കിഴക്കൻ യെരുശലേമാണ്. മതിൽ കൊണ്ട് ചുറ്റപ്പെട്ട അതിൻ്റെ ഉള്ളിലുള്ള വിശുദ്ധ നഗരമായ കിഴക്കൻ യെരുശലേം. അത് പിടിച്ചെടുത്തത് 67-ലാണ്. 14-ാം അധ്യായം സക്കറിയാവ്. അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗിക്കാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു. ഞാൻ സകല ജാതികളെയും യെരുശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടും, വീടുകളെ കൊള്ളയടിക്കും, സ്ത്രീകളെ വഷളാക്കും. നഗരത്തിൽ പാതി അണ്ടർലൈൻ ചെയ്തു കൊള്ളുക, ചുവന്ന മഷി കൊണ്ട് വരയ്ക്കുക. നഗരത്തിന്റെ പാതി പ്രവാസത്തിൽ പോകും. ജനത്തിൽ ശേഷിപ്പുള്ളവർ നഗരത്തിൽ നിച്ഛേദിക്കപ്പെടില്ല. യെരുശലേം എന്ന് പറയുന്ന പട്ടണത്തെ ആക്രമിക്കുമ്പോൾ ഇവിടെ പറയുന്ന ലോകരാജ്യങ്ങൾ വന്ന് പാതി യെരുശലേമെ പിടിക്കുകയുള്ളൂ. എന്താ കാരണം?
ബാക്കി പാതി പ്രവാസത്തിൽ പോകില്ല. ഇസ്രായേൽ 48 സ്വതന്ത്രമാകുമ്പോൾ പാതി യെരുശലേമുണ്ട്. എന്നാൽ കിഴക്കൻ യെരുശലേം പിടിച്ചത് 67-ലാണ്. 2016 UN എടുത്ത തീരുമാനം ഈ പിടിച്ചെടുത്ത പാതി യെരുശലേം വിട്ടുകൊടുക്കണം. അത് വിട്ടുകൊടുക്കാതെ വരുന്നത് കൊണ്ട് ലോകരാജ്യങ്ങൾ ഒന്നിച്ചു വരും യെരുശലേമിനെതിരെ. എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ക്രമീകരിച്ചത്? എനിക്ക് പറയാൻ സമയമില്ല. പക്ഷേ ഞാനൊന്ന് വായിച്ചു വിടാം. നിങ്ങൾ എസെക്കേൽ പ്രവചനം 22 എടുത്ത്, എസെക്കേൽ പ്രവചനം 22 ഞാൻ വായിക്കാം. 17 തൊട്ടുള്ള വാക്യം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം എനിക്ക് കിട്ടമായി തീർന്നിരിക്കുന്നു. അവരെല്ലാവരും ഉലയുടെ നടുവിൽ താമ്രവും വെളുത്തിയവും ഇരുമ്പും കറുത്തിയവും തന്നെ. അവർ വെള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കുക കൊണ്ട് യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളെല്ലാവരും കിട്ടമായി തീർന്നിരിക്കൊണ്ട് ഞാൻ നിങ്ങളെ യെരുശലേമിൻ്റെ നടുവിൽ കൂട്ടും. അതിൻ്റെ 22 വരെ എനിക്ക് വായിക്കണം, സമയമില്ലല്ലോ. അവിടെ വായിക്കുന്നു, യെരുശലേമിൻ്റെ നടുവിലിട്ട് ഞാൻ നിങ്ങളെ കൂട്ടി ഒരുക്കും. ഇസ്രായേല്, നമുക്ക് വിലാപങ്ങൾ 4-ലേക്കൊന്ന് വരാം. ഈ ഭാഗത്തിൽ വരുന്നതിന് മുമ്പ് എന്താണ് ഈ കിട്ടമായി എന്ന് പറയുന്നത്? അത് വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ 2 വാക്യം വായിച്ചാൽ മനസ്സിലാക്കാം. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം, അതിൻ്റെ 1-ാം വാക്യം, അതിൻ്റെ 1-ാം ഭാഗം. അയ്യോ, പൊന്നു മങ്ങിപ്പോയി, നിർമ്മലതങ്കം മാറിപ്പോയി. ആരാണിത്? 2-ാം വാക്യം നോക്കിയേ. തങ്കത്തോട് തുല്യരായിരുന്ന സിയോന്റെ വിശിഷ്ട പുത്രന്മാർ. ദൈവം പറയുകയാണ്, യഹൂദൻ ആരായിരുന്നു? തങ്കത്തോട് തുല്യരായവർ. തങ്കത്തോട് തുല്യരായ ആ സിയോന്റെ വിശിഷ്ട പുത്രന്മാർ. ആ തങ്കം മാറിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി. അവര് കിട്ടമായി പോയി, മറ്റ് ലോഹങ്ങൾ ചേർന്ന് മലിനപ്പെട്ടു പോയി. ഞാൻ കഴിഞ്ഞ രാത്രി ഓർപ്പിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. 80% യഹൂദന്മാർ സെക്കുലർ, 50% നിരീശ്വരന്മാർ. അവർ ക്രിസ്തുവിനെ അംഗീകരിക്കാതെ ക്രിസ്തു മടങ്ങി വരില്ല. ഹോശേയ 5:15 വായിക്കുന്നുണ്ട്, അവർ കുറ്റമേറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുന്നത് വരെ ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിലിരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. ആ കഷ്ടതയാണ് യാക്കോബിൻ്റെ കഷ്ടകാലം. അതിനു വേണ്ടിയാണ് യെരുശലേം എന്ന മൂശ ദൈവം ഒരുക്കിയത്. നമ്മൾ ജീവിക്കുന്ന ഇന്ന് എങ്ങനെയുണ്ടത്? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ യോവേൽ 3-ാം അധ്യായത്തിൽ വായിച്ചത്, when I bring back the captivity of Judah and Jerusalem, യെരുശലേമിനെയും ജൂഡയും ഞാൻ തിരിച്ചു കൊണ്ടുവരുന്ന നാളുകളിൽ ഞാൻ യെരുശലേമിനെ ചുറ്റും കിടക്കുന്ന ജാതികൾക്ക് ഞാനതൊരു പ്രശ്നമാകും, സകല ജാതികളെയും അവിടെ കൊണ്ടുവരും. അതിനുവേണ്ടി കളമൊരുക്കി കഴിഞ്ഞു, അതിനുവേണ്ടി കളമൊരുക്കി കഴിഞ്ഞു. പ്രിയപ്പെട്ട നിങ്ങളോട് പറയട്ടെ, ഈ ഗാസ യുദ്ധത്തിന്റെ ഫലമായി നമ്മൾ ഓർത്തതുപോലെ ഏദോമ്യരും പലസ്തീനികളുമായിട്ടുള്ള യുദ്ധമാണ്. ഏദോമ്യര് പലസ്തീനികളും ഇസ്രയേലുമായിട്ടുള്ള യുദ്ധമാണ്. അത് പുരാതന വൈരാഗ്യമാണ്. അതാളിപ്പടർന്ന് ക്രിസ്തുവിന്റെ മടങ്ങി വരെ ഉണ്ടായിരിക്കും. യേശു ക്രിസ്തുവാണ് അവരെ നിഗ്രഹിച്ചു കളയുന്നത്. ഇനിയും എസെക്കേൽ 35, എൻ്റെ മുന്നിൽ 10 മിനിറ്റേ ഉള്ളൂ. എസെക്കേൽ 35 ഒന്ന് എടുത്താട്ടെ. ഞാൻ 5 അധ്യായം എടുക്കുകയാണ്. 5 അധ്യായം 5 മിനിറ്റ് കൊണ്ട് പ്രസംഗിക്കാൻ പോവുകയാണ്. എസെക്കേൽ 35 നമ്മൾ കണ്ടു. ഏദോമ്യരോട്, അറബികളോട് പറയുകയാണ്. എന്താ വിഷയം? 12-ാം വാക്യം നോക്കിയേ. ഇസ്രായേൽ പർവ്വതങ്ങൾ ശൂന്യമായിരിക്കുന്നു, അവ ഞങ്ങൾക്കിരയായി നൽകപ്പെട്ടു. 35-ാം അധ്യായത്തിലെ വിഷയം ഇസ്രായേൽ പർവ്വതമാണ്. 36-ാം അധ്യായവും 1-ാം വാക്യം നോക്കിയേ. നീയോ മനുഷ്യപുത്ര, ഇസ്രായേൽ പർവ്വതങ്ങളോട് പ്രവചിച്ചു പറയണം, ഇസ്രായേൽ പർവ്വതങ്ങളെ, ദൈവം ഇസ്രായേലെ എന്ന് പറയാതെ ഇസ്രായേൽ പർവ്വതങ്ങളെ എന്ന് പറഞ്ഞു. അടുത്ത അധ്യായത്തിൽ നോക്കാം. 37 യഹൂദനെ അവരുടെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി അവരുടെ ദേശത്ത് കൊണ്ടുവരുന്നതാണ്. അതിൻ്റെ 22-ാം വാക്യം നോക്കിയേ. ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും. 35-ൽ പ്രശ്നം ഇസ്രായേൽ പർവ്വതം,
36 ഇസ്രായേൽ പർവ്വതം, 37 ഇസ്രായേൽ പർവ്വതം, 38, 39 നമുക്കറിയാം. റഷ്യയും അറബി ദേശങ്ങളിലെ തീവ്രവാദികളെ രാജ്യങ്ങളും കൂടെ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ എവിടെയാ അവർ ആക്രമിക്കുന്നത്? എടുത്താട്ടെ 38 അധ്യായത്തിന്റെ 8 വാക്യം, ഏറെ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും, വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിഷേധിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്ത് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ സ്വർഗത്തിലെ ദൈവം ഊന്നിപ്പറയുകയാണ്, റഷ്യ വരുന്നത് ഇസ്രായേൽ പർവ്വതത്തിൽ തന്നെയാണ്. അവരുടെ കൂടെ ഒരു കൂട്ടം അറബി രാജ്യങ്ങൾ വരുന്നു. ആ പേരുകൾ അപഗ്രഥിച്ചാൽ അത് മുഴുവൻ തീവ്രവാദത്തിന് കൊടുത്ത അറബി രാജ്യങ്ങളാണ്. ഒന്നുകൂടെ വായിക്കട്ടെ, 39 അധ്യായം. അവിടെ വായിക്കുന്നുണ്ട് അതിൻ്റെ 2 വാക്യത്തിൻ്റെ അവസാനം, 6 ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ വരുത്തും. 4 വാക്യം, നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെയുള്ള ജാതികളും ഇസ്രായേൽ പർവ്വതങ്ങളിൽ വീഴും. ഞാൻ ഇവിടെ നിർത്തണം. 5 അധ്യായത്തിൽ ഇസ്രായേൽ പർവ്വതം. ഏതാണ് ഇസ്രായേൽ പർവ്വതം? മറ്റു വാക്യങ്ങൾ എടുക്കാൻ നിവൃത്തിയില്ല. ഇസ്രായേലിന്റെ ഹൃദയഭാഗത്തിൽ നിങ്ങളൊരു മാപ്പ് എടുത്ത് വെച്ച് നോക്കിയാൽ കാണാം ഇസ്രായേൽ പർവ്വതം. ആ സ്ഥലമാണ് ജൂഡിയ ശമരിയ പ്രദേശം. ഇന്നതെങ്ങനെയാ അറിയപ്പെടുന്നത്? വെസ്റ്റ് ബാങ്ക്. ഇസ്രായേൽ പർവ്വതം എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്ക് ആണ്. ഇന്നത്തെ പ്രശ്നമാണ് വെസ്റ്റ് ബാങ്ക്. വെസ്റ്റ് ബാങ്ക് വിട്ടുകൊടുക്കണം, ഗാസ വിട്ടുകൊടുക്കണം, അവിടെ ഒരു പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം. 5 അധ്യായത്തിൽ പറഞ്ഞു ഇസ്രായേൽ പർവ്വതം, വെസ്റ്റ് ബാങ്ക് അവസാന കാലത്തിന്റെ പ്രശ്നമായി തീർന്നിട്ട് റഷ്യ ചില രാജ്യങ്ങളോട് ആ ഭാഗം ആക്രമിക്കുമ്പോൾ ദൈവം ഇടപെട്ട് റഷ്യയെ തകർത്ത് ആ പർവ്വതത്തിൽ വീഴ്ത്തും. എനിക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, യഹൂദയുടെയും യെരുശലേമിൻ്റെയും സ്ഥിതി മാറ്റി, അവരുടെ പ്രവാസം മാറ്റി അവരെ മടക്കിക്കൊണ്ടുവരുമ്പോൾ സകല ജാതികളും യെരുശലേമിനോട് യുദ്ധത്തിന് വരും. 2 ഭാഗം പൂർത്തീകരിക്കാൻ UN തീരുമാനമെടുത്തിട്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ ഒന്നൊന്നായി യഹൂദന് വിരോധമായി മനസ്സ് അത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവചനം എന്തുകൊണ്ട് നിവർത്തിക്കുന്നില്ല? ഞാനും നിങ്ങളിവിടെയുണ്ട്, ദൈവസഭയുടെയുണ്ട്. ദൈവസഭയുടെ പണി പൂർത്തീകരിച്ചു കഴിയുമ്പോൾ എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഈ സംഭവം നടക്കും. അത് നടക്കാൻ വേണ്ടി എല്ലാം ഒരുങ്ങി അതിൻ്റെ വക്കിൽ വന്ന് നിൽക്കുകയാണ്. നാം ഇവിടെ നിന്നൊന്ന് മാറിയാൽ മതി, നമ്മെ ഇവിടെ നിന്ന് മാറ്റിയാൽ മതി. ദൈവത്തിന് അടുത്ത പരിപാടിയിലേക്ക് പ്രവേശിച്ച് യഹൂദനെ ശുദ്ധീകരിച്ച് യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ, കുത്തിവെങ്കിലേക്ക് നോക്കുവാൻ. സക്കറിയാവിൽ ഞാൻ പറയട്ടെ, രേഖപ്പെടുത്തിയിട്ടുണ്ട്, ലോകരാജ്യങ്ങൾ 2/3 യഹൂദനെ കൊന്നുകളയും. സക്കറിയാവ് 13 അധ്യായത്തിന്റെ അവസാന ഭാഗം. ആ രാജ്യത്തിന്റെ 2/3 കൊന്നുകളയും. 1/3 ദൈവം ശുദ്ധീകരിച്ച് യഹോവ എൻ്റെ ദൈവം എന്ന് അവർ പറയും, ഇസ്രായേൽ എൻ്റെ ജനമെന്ന് ദൈവം പറയും. 1/3 ശുദ്ധീകരിച്ചെടുക്കും. അതിനുവേണ്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇന്ന് ആയിക്കഴിഞ്ഞു. നാം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ എത്ര ഒരുങ്ങി ജീവിക്കണം. കാണുന്നതെല്ലാം തൽക്കാലം, കാണാത്തത് നിത്യം. ജീവിതത്തിൽ വില കൊടുക്കേണ്ടതിന് വില കൊടുക്കുക. ഇവിടെ നിലനിൽക്കുന്ന നഗരം നമുക്കില്ല. കാണുന്നതെല്ലാം താൽക്കാലികമാണ്. ഇതെല്ലാം നമ്മൾ ഉപേക്ഷിക്കും. 1-ാം നൂറ്റാണ്ടിൽ അനേക വിശ്വാസികൾ വിറ്റ് അവരുടെ സ്വത്തുക്കൾ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. അങ്ങനെ ഒരു നിയമമൊന്നുമില്ലായിരുന്നു. കൊടുത്തില്ലേലും ഒരു പ്രശ്നവുമില്ല. അനന്യാസിൻ്റെ സഫീറയുടെയൊക്കെ സംഭവം നമുക്കറിയാം. എന്നാൽ അല്പകാലം കഴിഞ്ഞു, സഭയ്ക്കൊരു മഹാ ഉപദ്രവം ഉണ്ടായി. യെരുശലേമിലുള്ളവരൊക്കെ ചിതറിപ്പോയി. അവരുടെ സ്വത്തും വീടുമെല്ലാം വിട്ടിട്ട് ഓടിപ്പോയി. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊടുത്തവരാണോ, വിൽക്കാതെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നവരാണോ ബുദ്ധിയുള്ളവർ? 2 കൂട്ടരും ഓടിപ്പോയി. വിറ്റുകൊടുത്തവർക്ക് സ്വർഗത്തിലെങ്കിലും പ്രതിഫലമുണ്ട്, അല്ലാത്തവർക്ക് ഈ ഭൂമിയിലുമില്ല സ്വർഗത്തിലുമില്ല. വിറ്റുകൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്,
നമ്മുടെ പ്രയോറിറ്റീസിനെ ഒന്ന് ക്രമീകരിക്കണം. നമ്മുടെ മുന്നിൽ ഇനി എത്ര ദിവസമുണ്ട്? നിങ്ങൾ ഈ യോവേൽ പ്രവചനത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പഠിച്ചാൽ, ഭൂമി വിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു, സംവത്സരങ്ങൾ ഏറിയിരുന്നാൽ ഭൂമിയുടെ വില ഏറിയിരിക്കണം, സംവത്സരങ്ങൾ കുറഞ്ഞിരുന്നാൽ ഭൂമിയുടെ വില കുറയണം എന്ന് പറഞ്ഞാൽ 50 വർഷം കൂടുമ്പോൾ ഒരു കാഹളം ധ്വനിക്കും. അതിൻ്റെ പേരാണ് യോവേൽ സംവത്സരം. 48 വർഷമായി. ഇനി 2 വർഷം കൂടെ ഉള്ളൂ 50-ാം വർഷമാകാൻ. ഈ കാഹളം ധ്വനിപ്പിക്കുവാൻ ഒരുത്തൻ ഭൂമി വിൽക്കുകയാണ്. എത്ര വില കൊടുക്കുക ഭൂമിക്ക്? 2 വർഷത്തിൻ്റെ വില, 2 വർഷം കൃഷി ചെയ്യുന്ന വില. സംവത്സരം ഏറിയിരുന്നാൽ ഭൂമിയുടെ വില കൂടണം, സംവത്സരം കുറഞ്ഞിരുന്നാൽ ഭൂമിയുടെ വില കുറയണം. യോവേൽ പ്രവചനത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ലേബർ 25 അത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ ആ യോവേൽ പ്രവചനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. യോവേൽ സംവത്സരം. നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ എല്ലാം യഥാസ്ഥാനപ്പെടും. യോവേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അടിമകളായ യഹൂദന്മാർ മടങ്ങി ഭവനത്തിൽ വരും, അവർക്ക് നഷ്ടപ്പെട്ട വീടുകളും സ്ഥലങ്ങളും ഒക്കെ തിരിച്ചു കിട്ടും. എല്ലാം തിരിച്ചു വരുന്നൊരു കാലഘട്ടം. നമ്മുടെ കർത്താവിൻ്റെ വരവിൽ അത് സംഭവിക്കാൻ പോവുകയാണ്. എത്ര നാൾ നമ്മുടെ മുന്നിൽ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. എണ്ണിക്കൊണ്ട് ജീവിക്കാം, എണ്ണിക്കൊണ്ട്. നനച്ചിരിക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. ഞാനൊരു കാര്യം ഗൗരവമായി പറയട്ടെ, ഈ പ്രവചനങ്ങൾ എല്ലാം നിവർത്തിക്കപ്പെടുന്നത് ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ഈ തലമുറയിലാണ്. ഈ തലമുറയിലാണ്. കർത്താവിൻ്റെ വാക്കുകൾ നമുക്കറിയാം. അത്തി തളുത്ത് കഴിഞ്ഞാൽ ഞാൻ അടുക്കൽ വാതുക്കലാണെന്ന് നിങ്ങൾ അറിയണം. നമ്മുടെ കർത്താവ് അടുക്കലായി കഴിഞ്ഞു. ദൈവമക്കളായി നമ്മൾ ഓരോ ദിവസവും ഏതെങ്കിലും വിധത്തിൽ ഈ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി, അവനോട് കൂടുതൽ അടുത്ത്, അവനെ കൂടുതൽ സ്നേഹിച്ച്, അവനോട് കൂടുതൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. രക്ഷിക്കപ്പെടാതെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അവനെ കൈക്കൊള്ളുവാൻ മനസ്സുണ്ടോ? ഞാനിന്ന് വീട്ടിലിരുന്ന് ബൈബിളെടുത്ത് ശ്രദ്ധിക്കുമ്പോൾ ഒരു ഭാഗം കൂടെ എൻ്റെ കണ്ണിൽപ്പെട്ടു. അതോടെ പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ, യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരാം. ഒരു പകൽ മുഴുവൻ അവൻ അധ്വാനിച്ചു. അവൻ ക്ഷീണിതനാണ്. അനേകർ അവൻ്റെ ചുറ്റുമുണ്ടായിരുന്നു, അവൻ്റെ കയ്യിൽ നിന്ന് നന്മകൾ അനുഭവിപ്പാൻ. എന്നാൽ ഇവിടെ വായിക്കുന്നു 52-ാം വാക്യം, അവർ അവനോട്, നീയും ഗലീലയിൽ കാരനോ? പരിശോധിച്ചു നോക്കുക, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഇത് നിക്കോദീമോസിനോട് പറഞ്ഞ വാക്കാണ്. അതിൻ്റെ ശേഷം 53-ാം വാക്യം നോക്കി, അങ്ങനെ ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് പോയി. 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, യേശുവോ ഒലിമലയിലേക്ക് പോയി. എൻ്റെ മനോമുകുരത്തിൽ ഞാനത് കാണാറുണ്ട്. ദൈവത്തിൻ്റെ പുത്രൻ സ്വർഗം വിട്ട് ഭൂമിയിൽ വന്നപ്പോൾ ഒരു പരസ്യ ശുശ്രൂഷ കഴിഞ്ഞ് അവന് രാത്രിയിൽ ഉറങ്ങണം. എല്ലാവരും അവരുടെ വീട്ടിൽ പോയി. ഒരാൾ പോലും അവനെ കൂട്ടിക്കൊണ്ടു പോയില്ല. അവരെല്ലാവരും അവരുടെ വീട്ടിൽ പോയപ്പോൾ അവസാനം ദൈവപുത്രൻ തനിച്ചു നിൽക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടോ? അവൻ ഉറങ്ങാൻ സ്ഥലമില്ല. ആ രാത്രിയിലും അവൻ ഉറങ്ങിയത് ഒലിമലയിലാണ്. അവൻ പറഞ്ഞ വാക്കത്ര സത്യം. കുറുനരികൾക്ക് കുഴിയും പറവയ്ക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല. അവൻ ഉറങ്ങാൻ ഇടമില്ലായിരുന്നു. ഇതിൻ്റെ മനോഹരമായൊരു ചിത്രം പഴയ നിയമത്തിലുണ്ട്. ഞാൻ 2 മിനിറ്റോട് എടുത്ത് അത് പറഞ്ഞോട്ടെ. നമ്മൾ ആവർത്തനം 24 എടുക്കുമ്പോൾ ഈ സംഭവം അവിടെ പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ ഒരു ടൈപ്പിൽ, ഒരു ദൃഷ്ടാന്തത്തിലൂടെ ദൈവം നമുക്ക് വരച്ചു തരികയാണ്. അതിൻ്റെ 19-ാം വാക്യം, നിന്റെ വയലിലെ വിളവ് കൊയ്തിട്ട് ഒരു കറ്റ വയലിൽ മറന്നു പോന്നാൽ അതിനെ എടുപ്പാൻ മടങ്ങിപ്പോകരുത്. നിന്റെ ദൈവമായ യഹോവ നിന്നെ സകല പ്രവൃത്തിയിൽ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. കറ്റകളെല്ലാം കൊയ്ത് വീട്ടിൽ കൊണ്ടുപോയി. ഒരു കറ്റ നോക്കുക, വയലിൽ ഇരിപ്പുണ്ട്, മറന്നുപോയ കറ്റ. ആ കറ്റ എടുക്കരുതെന്ന് ദൈവം പറഞ്ഞു. അത് പരദേശിക്കാണ്, അനാഥനാണ്, വിധവയ്ക്കാണ്. രൂത്തിന്റെ പുസ്തകം വായിച്ചാൽ 2 വിധവകൾ ആശയറ്റ് അവർ പെറുക്കിയത് ഇങ്ങനെയുള്ള കറ്റയാണ്.
വീണുകിടന്ന കറ്റയും മറന്നുകിടന്ന കറ്റയും പരദേശി. എത്ര സത്യം! അനാഥര്, വിധവമാര്, ഞാനും നിങ്ങളുമായിരുന്നു ആ സ്ഥാനത്ത്. ഇതാ നോക്കുക, അവനെ നിൽക്കുന്നു, തനിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ ആരുമില്ലേ. അവൻ്റെ മാതാവ് ഗർഭിണിയായിരുന്നു, പൂർണ്ണ ഗർഭിണി. അവൾക്ക് പ്രസവിക്കണം. ഓരോ ഇന്നിലും ഓരോ സത്രത്തിൻ്റെയും വാതുക്കൾ അവൾ മുട്ടിയപ്പോൾ അവളൊരു വാക്ക് കേട്ടു, ഇവിടെ സ്ഥലമില്ല, ഇവിടെ സ്ഥലമില്ല. അവന് ജനിപ്പാൻ ഒരു സ്ഥലം കൊടുത്തില്ല. എന്നാൽ വചനത്തിൽ ഒരു സത്യം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവം മക്കളാകാൻ അധികാരം കൊടുത്തു. പ്രിയപ്പെട്ട നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രിയിൽ ഈ ദൈവപുത്രനെ സ്വീകരിപ്പാൻ നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുമോ? അവന് ലോകം സ്ഥലം കൊടുത്തില്ല ജനിക്കാൻ. അവനെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ആളുകളില്ലായിരുന്നു. അവൻ ഈ പറഞ്ഞതുപോലെ കുറുനരികൾക്ക് കുഴിയും പറവുകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രൻ തലചായ്പാൻ ഇടമില്ല. ഒലിമലയിൽ അവൻ ഉറങ്ങി. ഇന്ന് രാത്രിയിൽ നിങ്ങൾ തിരിച്ചു വീട്ടിൽ പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ദൈവപുത്രനെ, നിങ്ങളെ അന്വേഷിച്ചു വന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ദൈവപുത്രനെ സ്വീകരിക്കുമോ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവം മക്കളാകാൻ അധികാരം കൊടുത്തു. കാലം അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ വന്നു. യേശുക്രിസ്തു ഏത് സമയത്തും വരും. ദൈവമക്കളായി നമുക്ക് ഒരുങ്ങാം. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സൗരന്മാർ പ്രാർത്ഥിക്കും. ഞാൻ ഒരു മിനിറ്റ് മാത്രം, എന്നെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാതെ കേൾക്കുന്നെങ്കിൽ, ഏത് സന്ദർഭത്തിലും യേശുക്രിസ്തു മടങ്ങി വന്ന് തന്നെ ജനത്തെ ചേർക്കാൻ സമയം ആഗതമായി എന്നുള്ളത് സത്യമാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുമോ? കർത്താവേ, എനിക്ക് നിന്നെ വേണം. എൻ്റെ ഹൃദയം ഞാൻ തുറന്നു തരുന്നു. ലോകത്തിന് നിന്നെ വേണ്ടായിരുന്നു, നിനക്ക് ജന്മം തരുവാൻ ഒരു സ്ഥലമില്ലായിരുന്നു. എന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുകയാണ് ദൈവം. നിങ്ങളൊരു ദൈവ പൈതലായി മാറുവാൻ, നിങ്ങൾ ദൈവത്തിൻ്റെ കുടുംബത്തിലെ ഒരംഗമായി മാറുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ എൻ്റെ ഹൃദയം തുറന്നു തരുന്നു. എൻ്റെ പാപത്തിനാണ് നീ മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കൈക്കൊള്ളണം എന്ന് പറയുക. ഞങ്ങളെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും, ഒരു വ്യക്തിയെങ്കിലും ഇന്ന് രാത്രിയിൽ തീരുമാനമെടുത്തെങ്കിൽ നിങ്ങൾക്കൊരവസരം തരുന്നു. നിങ്ങളുടെ വലങ്കരമൊന്ന് ഉയർത്തി കാണിക്കുമോ? ലജ്ജിക്കരുത്. നിങ്ങളുടെ വലത്തെ കരമൊന്ന് ഉയർത്തി കാണിക്കുക. യേശുവിനെ ഇന്ന് രാത്രി ഞാൻ സ്വീകരിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ആ ഉയർത്തിയ കൈകൾക്കായി സ്തോത്രം. താഴ്ത്തിയിടാം. ഇനി ആരുണ്ട്? കർത്താവ് പറഞ്ഞു, മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ മുന്നിൽ ഞാൻ ഏറ്റുപറയും. മനുഷ്യരുടെ മുന്നിൽ എന്നെ ലജ്ജിക്കുന്നവനെ എൻ്റെ പിതാവിൻ്റെ മുന്നിൽ ഞാൻ ലജ്ജിക്കും. എനിക്കെല്ലാവരെയും കാണാൻ വയ്യ, എന്നാൽ ഉയർത്തിപ്പിടിച്ച കരം ഞാൻ കണ്ടു. ഇന്ന് രാത്രിയിൽ ഇനി ആരെങ്കിലും ഉണ്ടോ ലജ്ജിക്കാതെ യേശുവിനെ സ്വീകരിപ്പാൻ? പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാർ, പ്രാർത്ഥിക്കാം.